അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫ്ലാഷ് മീഡിയയുടെ ലെറ്റ്സ് ടോക്കിൻ്റെ സെക്കൻഡ് എഡിഷനിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ ഫ്ലാഷ് മീഡിയ ടീം ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ദഫ്മുട്ടിൻ്റെ പോറ്റില്ലമായി അറിയപ്പെടുന്ന നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള കാപ്പാട് ആലസം വീട്ടിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ എത്തിയത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ഉസ്താദ് ഡോക്ടർ കോയ കാപ്പാടുമായി അല്പസമയം സംസാരിക്കാൻ വേണ്ടി. ഞങ്ങളിവിടെ എത്തി. ഉസ്താദ് വളരെ സ്നേഹത്തോടു കൂടെ ഞങ്ങളെ സ്വീകരിച്ചു. ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സമയം അനുവദിച്ചു തന്നു. ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. വളരെ സ്നേഹത്തോടു കൂടെ ഈ പ്രോഗ്രാമിലേക്ക് ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങളാണ് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഒരുപാട് കാര്യങ്ങൾ. കോയ കാപ്പാട് എന്ന പേര് സുപരിചിതമാണ് മലയാളികൾക്ക് എന്ന് മാത്രമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് പല രാഷ്ട്രങ്ങളിലും ഈ പേര് ഒക്കെ ഉണ്ട്. അപ്പൊ ഏതായിരുന്നാലും സ്വാഭാവികമായിട്ടും അങ്ങനെ അറിയപ്പെടുന്ന ഒരാള് ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് ചോദിക്കാനുണ്ടാകും. ആ ചോദ്യങ്ങളാണ്, അതായത് ജനങ്ങളുടെ ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ ഫ്ലാഷ് മീഡിയയിലൂടെ ഉസ്താദുമായിട്ട് സംവദിക്കുന്നത്. അപ്പൊ ഇന്ന് ചോദ്യം ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഏതായിരുന്നാലും എവിടുന്നാണ് തുടങ്ങേണ്ടത്, എങ്ങനെ തുടങ്ങേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല. കാരണം ഉസ്താദിനെ കാണുമ്പോൾ പേഴ്സണലി എനിക്കൊക്കെ ഒരു വളരെ സ്നേഹവും സന്തോഷമൊക്കെയാണ്. എനിക്കെന്നല്ല, എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഉസ്താദ് ഒരു സൗഹൃദത്തിന്റെ ആളാണ്. ഇവിടെ കയറി വന്നപ്പോഴെന്നെ, ഞങ്ങൾ ഈ മീഡിയ ടീം ഇവിടെ വന്നപ്പോഴെന്നെ ഫസ്റ്റ് ശ്രദ്ധിച്ചത് ആ പൂമുഖത്ത് പിന്നെ പത്രത്തിന്റെ ആ ഏരിയയിൽ എല്ലാ പത്രങ്ങളും ഉണ്ട്. എല്ലാ പത്രങ്ങളും എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ഉസ്താദിനോട് പറഞ്ഞു, എല്ലാ പത്രങ്ങളും തന്നെ എല്ലാ സംഘടനകളുടെയും പത്രം ഒന്നിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ആ ഒരു സൗഹൃദത്തിന്റെ ഒരാളാണ് ഉസ്താദ്. സ്നേഹവും സൗഹൃദം അങ്ങനെ തന്നെയാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടേ കാണുമല്ലോ. മറ്റൊന്ന്, നമ്മൾക്ക് മുൻപ് മുതലേ ഈ കോയ കാപ്പാടെന്ന് കേൾക്കുമ്പോൾ മുതൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഈ കോയ കാപ്പാട് ഉസ്താദിനെ നേരിട്ട് കാണുന്നത് വേങ്ങര അടുത്ത് കുറ്റാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സെയ്ദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനത്തിന്റെ അവിടെ ഒരു നൈറ്റ് പ്രോഗ്രാമില് ഉസ്താദ് അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന് അവിടെ ആ പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പാണത്. 20 years ago, അറ്റ്ലീസ്റ്റ് 20 കൊല്ലത്തിന്റെ മുന്നായിട്ടുണ്ടാവും. അപ്പൊ അന്നാണ് ഉസ്താദിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അന്നും ഇന്നും ഒരേ സ്റ്റൈലാണ്. ഉസ്താദിനെ കാണുന്നത് ഒരേ സ്റ്റൈലാണ്. എത്ര വർഷമായി, ഞാനിപ്പോ ഈ പറഞ്ഞ വർഷം, എത്ര വർഷമായി ഈ ഒരു പരിപാടിയായിട്ട് ഔദ്യോഗികമായിട്ട് വരാൻ തുടങ്ങിയിട്ട്? എന്നോട് ആരും ചോദിക്കാത്ത ചോദ്യം അതൊക്കെ. എത്ര വർഷമായി, എത്ര വയസ്സായി എന്നൊന്നും ആരും ചോദിക്കില്ല. വയസ്സായി ചോദിക്കാൻ പറ്റില്ല. ഞാൻ അതിന് മറുപടി കൊടുക്കാറില്ല. ചോദിച്ചാൽ തന്നെ എൻ്റെ 1983 കാലഘട്ടങ്ങളിലാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ അരങ്ങേറ്റം കുറിക്കുന്നത്. 1983. അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് ഉപ്പൻ്റെ കൂടെ കേട്ടോ, ഉപ്പൻ്റെ കൂടെ. പിന്നെ അന്ന് ഞങ്ങളൊക്കെ പ്രസവിച്ച് വീണത് തന്നെ ദഫിലേക്കാണല്ലോ എന്ന് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പൊ 83 ഡൽഹിയിൽ വെച്ചിട്ട് ഇന്ത്യ ഇന്റർനാഷണൽ ട്രേഡ് ഫെയർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഉപ്പാക്ക് ക്ഷണം കിട്ടി. അന്ന് ഉപ്പാക്ക് വിളി വന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി, പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണ് വിളി വന്നപ്പോ. ടീമിലെ ഏറ്റവും ചെറിയ പയ്യനായിരുന്നു ഞാൻ. അപ്പോ അതിൽ അവസരം ലഭിച്ചു. അന്ന് പെർഫോം ചെയ്തു ഉപ്പാന്റെ കൂടെ. പിന്നെ ഒന്നെങ്കിൽ ഉപ്പാന്റെ ദീർഘവീക്ഷണാവാം, പക്ഷെ എനിക്ക് അന്ന് ഈ 4ാം ക്ലാസ് പഠിക്കുമ്പോ ഡൽഹിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉപ്പ കൊണ്ടുപോയി. ഉപ്പാന്റെ വലിയ ടീമുണ്ട്, ഉപ്പാന്റെ വലിയ സീനിയേഴ്സായ ടീമിന്റെ കൂടെ പയ്യനാണല്ലോ ഞാൻ. ഉപ്പാന്റെ അരികിൽ നിന്നിട്ടാണ് ഞാൻ ഈ കളിക്കുന്നത്, ദഫ് കളിക്കുന്നത്. ഉപ്പന്ന് ബൈത്ത് ചെല്ലുകയാണ്. കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഫസ്റ്റ് അന്ന് ഒരു അഭിനന്ദനങ്ങൾ തന്ന് എനിക്ക് കൈ തന്നിട്ടുള്ളത് പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അത് എനിക്ക് മറക്കാൻ പറ്റാത്ത, ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് പ്രൈം മിനിസ്റ്ററാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ. പിന്നെ അതെ, പിന്നെ അവിടെ ഉള്ള കുറെ, കാരണം ഒരു കൊച്ചുകുട്ടി പയ്യനാണല്ലോ. അത് ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് സ്പീഡായി എല്ലാം, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. പക്ഷെ അന്ന് ഈ 80 ഡൽഹി പോവാന്നുള്ളതൊക്കെ വലിയ വിഷയം തന്നെ, വലിയ സംഭവമാണത്.
നിങ്ങൾക്കും അങ്ങനെ ഒരുപാട് അവസരങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് ആ 4ാം ക്ലാസ്സിൽ നിന്ന് ഒരു പ്രൈം മിനിസ്റ്ററുടെ ഒരു അഭിനന്ദനം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അപ്പൊ അതാണ് തുടക്കം. ശരിക്ക് അതാണല്ലേ തുടക്കം. അന്ന് പിന്നെ അന്ന് തന്നെ ഉപ്പ തന്നെ അവിടെയുള്ള നിജാമുദ്ദീൻ ദർഗയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അരങ്ങേറ്റം എന്നുള്ള നിലക്ക് അവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളിൽ ഒന്ന് അതാണ്. 83 മുതൽ ആണ്. 83 അപ്പൊ ഏകദേശം പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അങ്ങ് പോയി പഠന കാലയളവിലൊക്കെ പിന്നെ കൂടുതൽ പഠിക്കാനും എത്ര വർഷമായി എത്ര വർഷം എന്നുള്ളത് മാഷ് കണക്കൂട്ടിക്കോളി. എല്ലാം എന്നോട് തന്നെ ആവണ്ട. ഓക്കെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടല്ലേ. അതായത് നമ്മളിങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാ, ഓഡിയൻസ് കണക്കൂട്ടും, കമന്റ് എടുത്തല്ലേ, കമന്റ് എടുത്ത് എത്ര വർഷമായിട്ടുണ്ടാവും. ഏതാണ്ട് 83, 93, പിന്നെ 2003, 2020, അല്ല അതിന്റെ ഇടയിൽ 13, 23. അപ്പൊ 40 വർഷമായി. ഇപ്പൊ 24. അതെ, ഏകദേശം. അപ്പൊ 40-ലേറെ വർഷമായി സ്റ്റേജിൽ. 40-ലേറെ വർഷമായി. അങ്ങനെ അന്ന് തുടരുന്നതാണത്. പഠന കാലയളവിലേ അങ്ങനെ തുടരുന്നതാണ്. 40-ലേറെ വർഷമായി. ഇതിപ്പോ ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെയാണ്. അതായത് ഉസ്താദ് കോയ കാപ്പാടിന്റെ ജീവിതത്തിലൊരു പ്രൊഫഷനാണ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ ഞങ്ങളുടെ രക്തത്തിൽ ലയിച്ചു ചേർന്ന ഒന്നാണ് പിന്നെ ഈ ദഫ് എന്നുള്ളത്. അത് പൂർവികര് കൈമാറി തന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, അതായത് സത്യത്തിൽ ഇപ്പൊ ഈ പരിപാടി ഇപ്പൊ ദഫൊക്കെയാണ്, പക്ഷെ എന്നാലും അതിന് പലതരത്തിലുള്ളൊരു ധൈര്യമുണ്ട്. ഒന്ന്, ഒരാളിപ്പോ ഒരു പാട്ട് കാണാൻ ഇങ്ങനത്തെ ദഫൊക്കെ ആണെങ്കിൽ ആളിപ്പോ എൻ്റെ ഒരു ജീവിതം മേഖലയാക്കിയിട്ടൊന്നും അത് മാറ്റില്ല. കാരണം എന്താ വെച്ചാൽ അയ്യോ ഒരുപാട് തടസ്സങ്ങൾ മുമ്പിൽ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു അത് ആ ധൈര്യത്തോടുകൂടെ അതന്നെയാണ് എൻ്റെ മേഖല തിരഞ്ഞെടുക്കാണ്ടായത്? അത് നമുക്ക് ഏതൊരു മേഖല ആണെങ്കിലും നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പിന്നെ പൂർവികര് കൈമാറി തന്ന, നമ്മൾ മലയാളത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഈ പിന്നെ പൈതൃക സമ്പത്ത് എന്നുള്ളത്. പൂർവികര് അടുത്ത തലമുറക്ക് കൊടുക്കുന്ന ഒരു സംഗതി. അപ്പൊ അത് അതിൻ്റെ പിന്നെ നല്ല ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ വിജയിക്കും എന്നുള്ള, അത് നല്ല ഏത് വസ്തുവാണെങ്കിലും അത് വിജയിക്കും എന്നുള്ളത്. അതിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. കാരണം ആ ഒരു രംഗത്തേക്ക് കൊണ്ടുപോയതും എല്ലാം. എന്നാലും സ്വാഭാവികമായിട്ടും എല്ലാവരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഇതിൽ വരുമ്പോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും വല്ലതും ജോലി നോക്കിക്കോ, വലിയ പാട്ടുകാരോട് പോലും ചോദിക്കത്തില്ല, ഈ പാട്ടും പാടി നടക്കണല്ലേ, പണിയൊന്നും ആയിട്ടില്ലേന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാധ്യത ചിലപ്പോൾ മുഖത്തൊക്കെ ചോദിക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല ആളുകൾക്ക്. അല്ല, പിന്നെ ഞാൻ ടീച്ചിങ് മേഖലയിലുണ്ടായിരുന്നു. ടീച്ചിങ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പോയിന്റ് അവിടെ ഇടയിൽ കയറി പറയണ്ടേ. അതായത് ഇപ്പോ ഈ ദഫ് അങ്ങനെയാണെങ്കിലും അത് മേഖലയാണെങ്കിലും പഠനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിയാണ് അല്ലെ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. സോ ദാറ്റ് വാസ് ഐ ആം ആസ്കിങ്. ഞാനിപ്പോ ആലോചിക്കുന്നത് ഇപ്പൊ അടുത്താണല്ലോ PhD ഒക്കെ ചെയ്തത്. അതെ. അപ്പോ 2017 അതൊരു മോട്ടിവേഷനും കൂടെയാണ്. നമ്മളൊരു ഫീൽഡിൽ എത്തിപ്പെട്ടു എന്ന് കരുതിയിട്ട് പഠനം നിർത്തേണ്ട ആവശ്യമില്ല. അത് ഏതൊക്കെ മേഖലയ്ക്ക് പഠനം പോകും? പഠനം എന്നുള്ളത് മിനൽ മഹദിൽ ലഹദ്, തൊട്ടിൽ മുതൽ കട്ടിൽ വരെയാണ്. അപ്പോ ലാസ്റ്റ് കട്ടിൽ വരെ വെച്ചാണെങ്കിൽ മരിക്കാൻ നേരത്തെ ഇതാണ് മരണം എന്ന് പഠിക്കുന്നത്. അപ്പൊ ഈ പഠനത്തിന് പ്രായമൊന്നൊരു തടസ്സമല്ല. അത് എനിക്ക് പ്രായം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, നിങ്ങൾ ആ നോട്ടത്തിൽ ആ അർത്ഥത്തിലല്ല. പഠനത്തിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏതെങ്കിലും കോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ എപ്പോഴും ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോ പിന്നെ നമ്മളിലേക്ക് കയറി വരാത്ത ഒന്നാണ് അഹങ്കാരം എന്നുള്ളത്. നമ്മൾ എപ്പോഴും ഒരാളുടെ കീഴിലാവുന്ന നല്ലത്. അങ്ങനെ ഒരു പോയിന്റ് അങ്ങനെയുണ്ട്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണത്. അപ്പോൾ പഠിച്ചും കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ മുന്നിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോൾ ടിപ്സ് കൊടുക്കാൻ പറ്റും, പുതിയ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോഴ്സുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ള എല്ലാ കുട്ടികളോടും ഞാൻ ഫ്രീ ആക്കിയിടലില്ല. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് ഇനി PGക്ക് അവർക്ക് പോകണമെങ്കിൽ കുറേ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം കോഴ്സിന് അവരെ ഞാൻ തന്നെ ചോദിക്കട്ടെ, അത് നിങ്ങൾ തന്നെയാണ് അവര്? അതായത് ഇപ്പൊ ഞാനൊരു മ്യൂസിക് ടീച്ചർ ആണെങ്കിൽ, ഒരു പാട്ട് പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ, കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നു, അവർക്ക് പാട്ടിനുള്ള ഫീൽഡ് എത്തിച്ചു കൊടുക്കുന്നു, അതിനുള്ള മോട്ടിവേഷൻ കൊടുക്കുന്നു എന്നുള്ള പുറമെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം, നിങ്ങളുടെ അടുത്തേക്ക് ദഫ് പഠിക്കാൻ വന്നാൽ അവരുടെ ലൈഫ് തന്നെ ഏതൊക്കെ മേഖലയിൽ പോകണം എന്നുള്ള രൂപത്തിൽ അവരെ
ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അത് ശരിയാണ്. തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ മക്കളൊക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അവരെ ഒരാളെ വെറും ഒരു ദഫ്മുട്ട് പരിശീലകനായിട്ടോ അല്ലെങ്കിൽ അത് പ്രൊഫഷണലായിട്ട് കൊണ്ടെടുക്കുന്ന ഒരാളായിട്ട് കാര്യമില്ല. അയാൾക്ക് വിദ്യാഭ്യാസം വേണം. എന്നാലേ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അയാൾക്ക് ഭാഷ വേണം, എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ ഓരോ കോഴ്സുകൾ അതിനനുസരിച്ച് കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടി ഇവനറിയാതെ ഇവൻ വളരെയാണ് ചെയ്യുന്നത്. രണ്ട് കാര്യത്തിൽ, ഒന്ന് കലാപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടും വളർച്ച കൂടുന്ന സമയത്തിൽ അവന് നമ്മുടെ രാജ്യത്തിന് ഒരു ഉത്തമ പൗരനാക്കി മാറ്റാൻ പറ്റും എന്നുള്ളത് ഉണ്ട്. നല്ലൊരു പൗരനാക്കി മാറ്റാൻ പറ്റും എന്നുള്ള ലക്ഷ്യത്തെ അത് അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. പഠനമാണ് നമ്മൾ ചോദിച്ചു വന്നത്. അതെ. ഈ പഠനം ചോദിക്കുമ്പോൾ പിന്നെ നിങ്ങള് പിന്നെ ഏതൊക്കെ മേഖലയിൽ യാത്ര ചെയ്തു പഠനം, അതായത് എന്തൊക്കെയാണ് പഠിച്ചത്? അങ്ങനെ ഡയറക്റ്റ് ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ അല്ല, എന്നാലും പിന്നെ പലതും അറിയാന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പലതും അതിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ രംഗത്തുള്ള പല ആളുകളും ഈ മതം മേഖലയിലും കൂടെയാണല്ലോ, ഇത് അങ്ങനെയും കൂടെ പറയാം. പക്ഷെ അവരൊന്നും ഈ അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാറില്ല. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ നിങ്ങൾ അതും പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു, ചികിത്സയുടെ മേഖല ഉണ്ടെന്ന് മനസ്സിലാകുന്നു, പിന്നെ അതുപോലെ തന്നെ കരാട്ടെ, കളരി, അത്തരം സംഭവങ്ങൾ. എന്തൊക്കെയാണ് ആ മേഖലയുടെ ഒരു സഞ്ചാരം? അത് തോന്നുന്നു ഞാൻ കുറെ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇത്ര ആണ്ടുകൊണ്ടൊന്നും ആരും എന്നോട് ചോദിക്കാറില്ല. ഞാൻ പിന്നെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ തൊട്ടടുത്ത തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അനിയന് കാപ്പാട് ഉമർ മുസ്ലിയാർ അന്ന് കോഴിക്കോട് വെള്ളിമാട് കുന്ന് ദർസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ 4 വർഷത്തോളം, അതിൽ അറബി വ്യാകരണ ശാസ്ത്രത്തിൽ പ്രസിദ്ധമായ അൽഫിയ, ഫത്തുഹുൽ മുഈന്, ആ കിതാബുകളൊക്കെ കംപ്ലീറ്റ് ആയില്ല, അവസാനം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 90% വരെ. അത് കഴിഞ്ഞ് അവർ ദർസ് മാറി കൊടുവള്ളിയിലേക്ക് മാറി നോക്കുമ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ അരീക്കോട് അബ്ദുൽ ഉസ്താദിൻ്റെ ഒരു ദർസ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ അന്ന് ഉപ്പാനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഉപ്പാനക്ക് ഹിദമത്ത് ചെയ്തുകൊണ്ട് ഉപ്പാക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് ഈ രംഗത്ത് സജീവമായിട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പാനെ കിട്ടൽ നമുക്ക് കുറവല്ലേ. ഉപ്പാക്ക് എപ്പോഴും ഇവിടെ ആളും ഇതുമായിട്ട്. ഇപ്പൊ എൻ്റെ മക്കൾക്കുള്ള ഒരവസ്ഥ പിന്നെ എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് കരുതിയാൽ മതി. പകരം വീട്ടാണോ? അല്ല, അങ്ങനെയല്ല. അപ്പോ എന്നാലും ഞാൻ കുറച്ച് ഫ്രീ ടൈമിലൊക്കെ ഇവിടെ തന്നെ അതിലേക്ക് എത്തും. അപ്പൊ മനസ്സിലാവും കുടുംബത്തിലേക്ക്. അപ്പോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ ഒരു 6 വർഷത്തോളം തന്നെ 5-6 വർഷത്തോളം ഈ അബ്ദുൽ ഉസ്താദിന്റെ ദർസിൽ. ആ സമയത്ത് തന്നെ ഞാൻ പിന്നെ നമ്മുടെ മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിന്റെ മനുവിന്റെ സ്റ്റഡി അതിന്റെ സബ് സെന്റർ മർക്കസിലുണ്ട്. കോംപ്ലക്സിലാണ്, മർക്കസിന്റെ അണ്ടറിൽ തന്നെയാണ് അത് വരുന്നത്. കോംപ്ലക്സിലാണ് അതിന്റെ സെന്റർ ഉള്ളത്. അവിടെ നിന്ന് ഡിഗ്രിയും PG ഒക്കെ ചെയ്തു ഉറുദുവില്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരിക്കലും എന്നോട് പക്കർ മാഷുണ്ടല്ലോ, നമ്മുടെ പക്കർ പറഞ്ഞൊരു ഉപ്പാന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ ഒരു യാത്രയിൽ അങ്ങ് എന്നോട് പറഞ്ഞു, മോനിക്കൊരു PG നിർബന്ധമാണെന്ന് പറഞ്ഞു. ഞാൻ മാഷ് ഇതിന്റെ ഇടയിലൊക്കെ എങ്ങനെ PG ചെയ്യാന്നാണ്. അങ്ങനെ മാഷ് പറഞ്ഞല്ലോ ഉപ്പാന്റെ ഒരു സുഹൃത്താന്നുള്ള നിലയ്ക്ക് ഞാൻ PGക്ക് പിന്നെ PG കംപ്ലീറ്റ് ചെയ്യും. ഒരു പേപ്പർ അതുവരെ ഒന്ന് ബാക്കിൽ കേട്ടോ, ഇതിന്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട്. പിന്നെ അങ്ങനെ മർക്കസിൽ ഒരിക്കൽ ഇശലെ മർക്കസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. മർക്കസിന്റെ ഈ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ഇശലെ മർക്കസ്. അപ്പോ അന്ന് സദസ്സിൽ ഡോക്ടർ അബ്ദുൽ സബൂർ അബേലത്ത് സബൂർ തങ്ങള് എൻ്റെ ഈ പ്രഭാഷണം കേട്ടിട്ട് ഞാനൊരു വിഷയം അവതരിപ്പിച്ചാണ്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു PhD വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, തങ്ങളെ ഞാനെങ്ങനെ ഇപ്പോൾ PhD എടുക്കുക ഈ തിരക്കിന്? അല്ല, നിങ്ങൾക്ക് നടക്കും നിങ്ങൾ. അന്നും പിന്നെ എൻ്റെ മൈൻഡിൽ ഫുള്ള് PhD എന്നായി. അങ്ങനെയാണ് പിന്നെ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡെവലപ്മെന്റ് സൂഫിസം ആൻഡ് അതർ റിലീജിയൻസ് ഹിസ്റ്ററി എന്നുള്ളതിൽ PhD എടുത്തത്. അതിന്റെ ഇടയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ ഡോക്ടർ കോയ കാപ്പാട് എന്ന് പറയുന്ന ഡോക്ടർ എന്നുള്ളത് ഒരു ഓണററി ഡോക്ടറേറ്റ് ആണോ? അതായത് പിന്നെ കലയൊക്കെയല്ലേ? അങ്ങനെ അല്ല, അത് പഠിച്ചു ചെയ്ത് തന്നെയാണ്, പഠിച്ചുണ്ടാക്കിയെടുത്ത സാധനം തന്നെ. നന്നായിട്ട് നയിച്ചിട്ടുണ്ട്. അതെ, നന്നായിട്ട് നയിച്ചിട്ടുണ്ട് അതിനും വേണ്ടിയിട്ട്. അപ്പൊ ആ മേഖലയിലൊക്കെ പോയി അതൊക്കെ പഠിച്ചു. പിന്നെ കളരി ചോദിക്കാൻ പറ്റുമോ?
അതായത് ഈ പിന്നെ വിഷയം കുറേ കിടക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ചോദിച്ചു തീർക്കണല്ലോ. കരാട്ടെ ഉണ്ട്, കരാട്ടെ കളരി ഈ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഉപ്പാന്റെ അടുത്ത് നിന്ന് ദഫൊക്കെ പഠിച്ച ഒരാളുണ്ട്, ഒരു അബൂബക്കർ കുരിക്കള്. കുറെ കളരിയിലാണ് എന്നെ ആദ്യമായിട്ട് തന്നെ ഉപ്പ പറഞ്ഞയക്കുന്നത്. അപ്പൊ മെയ്യഭ്യാസം ക്ലിയർ ആക്കണം. മെയ്യഭ്യാസവും പിന്നെ ചെറുവടി കെട്ടുകാരിയൊക്കെ അവിടുന്ന് പഠിച്ചു. അപ്പൊ ബോഡി ക്ലിയർ ആണല്ലോ ഈ ദഫ് കളിക്കണമെങ്കിൽ തന്നെ. കളരിയും കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തോന്നുന്നു ഉപ്പാന്റെ ഒരു ദീർഘവീക്ഷണം എന്നാണ് ഞാൻ മനസ്സിലായി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു അബ്ദുള്ള കുരുക്കള്, പിന്നെ കൊയിലാണ്ടി ഹമീദ് കുരുക്കള്, അങ്ങനെ പല ആളുകളിൽ നിന്നും പോയിട്ട് എടുത്തു. കാരണം അന്നത്തെ കളരികളൊക്കെ കുറേ വർഷത്തോളൊന്നും നിൽക്കില്ല, ഷെഡ് കെട്ടിയിട്ടുള്ള ഇതായതുകൊണ്ട്. പിന്നെ ഓരോ ആളുകളിൽ നിന്ന് പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ കരാട്ടെ ക്ലാസ്സിന് പങ്കെടുത്തു. അത് ആദ്യം പോയത് ഒരു AP ഹസൻ കോയ എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു. ഫസ്റ്റിൽ ഞാൻ പോയത് രാജേട്ടന്, ഇപ്പോഴും ക്ലാസ് ഉണ്ട് കേട്ടോ ഇവിടെ, ഞാൻ ഇടയ്ക്ക് പോയി കളിക്കാറുണ്ട്. രാജേട്ടനാണ് വളരെ അന്ന് ഇതാക്കിയത്. അന്ന് ഞാൻ ഇവിടുന്ന് ഒരു കുറേ മാട്ടുമൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടന്ന് പോകും, സുബിയും കഴിഞ്ഞ് നടന്ന് പോവുകയായിരുന്നു. ഇതിൻ്റെ ഒരു ആവേശത്തിൽ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് രാജേട്ടന് ഗൾഫിലേക്ക് പോയപ്പോൾ അവരെ ഒമാനിലേക്ക് പോയി. പിന്നെ അസംകോയ കുരുക്കളെടുത്ത് കരാട്ടെ അഭ്യസിച്ചു. അന്ന് വാസു കുരുക്കൾ, കാരപ്പറമ്പ് വാസു കുരുക്കളെടുത്താണ് ടെസ്റ്റിനൊക്കെ ഞാൻ പോകാറുള്ളത്. തൈജി കാണ്ടോന്നായിരുന്നു ആദ്യം, ഷോട്ടോക്കാനിലായിരുന്നു ഇതാക്കിയത്. അങ്ങനെ ഇതാക്കി. അതിപ്പോഴും എനിക്കറിയപ്പോ എന്തായാലും അതിന്റെ ഒരു തഹസ്സുസ് കോഴ്സ് പറഞ്ഞാല് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ആ സാധനം അടുത്തുണ്ടോന്നാ ചോദിക്കുന്നത്. അതൊക്കെ എന്തപ്പോ അതൊക്കെ നമ്മൾ വ്യക്തമാക്കിയിട്ട് എന്താ കാര്യം. എന്നാലും ഉണ്ട് ഏതായാലും അങ്ങനെയൊക്കെ അതൊക്കെ നമുക്കൊരു വിൽ പവറാണ് ശരിക്കും. ആ സംഗതിയൊക്കെ എനിക്ക് ദഫിലേക്ക് കൊണ്ടുവന്നുണ്ട്. അപ്പോ അതൊക്കെ ആയിരുന്നു പഠനത്തിന്റെ ഒരു മേഖല. ഭാഷ അതെങ്ങനെയാ അത് ചോദിക്കാൻ കാരണം, പല രാജ്യത്തും പോകുന്നുണ്ട്, ഭാഷ ഏതൊക്കെ അറിയാം, അങ്ങനെ ചോദിക്കാൻ പറ്റാതെ എനിക്കറിയാം. പക്ഷേ ഉസ്താദിനോട് നമ്മൾ കുറച്ചു നേരത്തേക്ക് സ്വതന്ത്രമാക്കി വാങ്ങിക്കുകയാണ്. ഞാൻ സാധാരണ ഉസ്താദിനോട് ഇങ്ങനെ സംസാരിക്കൂല കേട്ടോ, ഇതിപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഭാഷ ഏതൊക്കെ കൈകാര്യം ചെയ്യും. അതായത് ഇപ്പോ ഞങ്ങൾ കൂടുതലായിട്ട് പോവാറുള്ളത് പിന്നെ ന്യൂസിലാൻഡിന് ഭാഗത്തുള്ള ഫിജിയിലാണ്. ഫിജിയിൽ വലിയൊരു ടീം അവിടെ ഉണ്ട്. ഫിജിക്കാരടക്കം ഇങ്ങോട്ട് വരാറുണ്ട്, അവർ ദഫ് പഠിക്കുന്നുണ്ട്. അവിടെ കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഉറുദു ആണ്. അപ്പൊ ഉറുദു ചെറുങ്ങനെയൊക്കെ തൊടാന്നറിയാം. അങ്ങനെ അത്യാവശ്യം സംവദിക്കാനുള്ള സംഗതികളൊക്കെ ഇംഗ്ലീഷ് ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇംഗ്ലീഷും ഇല്ലായ്മയല്ല. അറബി വേണമെങ്കിൽ അറബി പിന്നെ നമ്മളിപ്പോ പഠിച്ചത് ആ ഒരു സാഹിത്യ താല്പര്യമുണ്ട് ഓൾറെഡി. ഉണ്ട്, താല്പര്യമുണ്ട്. അപ്പൊ പലപ്പോഴും ഇങ്ങനെ നമ്മളെ ഭാഷയ്ക്ക് അന്യം നിന്ന് പോകുന്നത് അങ്ങനെ ഒരു എല്ലാ സമയത്തും നമ്മൾ വിദേശത്ത് പോകുന്നില്ലല്ലോ. അതെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നി. ഇപ്പൊ ഈ ഉസ്താദിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഓരോന്ന് പറയുമ്പോഴും അതിൽ ഓഡിയൻസിന് മോട്ടിവേഷൻ കിട്ടുന്ന പോയിന്റുകൾ വരണം എന്നുള്ളത് കൊണ്ടാണ്. അതിൽ വേറൊരു പ്രധാനപ്പെട്ട സംഭവം ശ്രദ്ധിച്ചത്, ഉസ്താദിനോട് എപ്പോ ഒന്ന് സംസാരിക്കുകയാണെങ്കിലും അതിൽ ഉപ്പനെ പരാമർശിക്കാത്തൊരു ടോക്ക് ഉണ്ടാവില്ല. അതെ, കറക്റ്റ്, ശരിയല്ലേ? അതില് അതായത് വലിയ ആ ഒരു പാരമ്പര്യത്തിലുള്ള ഒരു അഭിമാനബോധം, അതുപോലെ തന്നെ എപ്പോഴും നമ്മളിങ്ങനെ പറയും അതിനൊരു കുരുത്തം പൊരുത്തം എന്നൊക്കെ പറയില്ല, അത് ശരിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാ സമയത്തും ഉപ്പനെ പരാമർശിക്കുന്നത്. ഇപ്പൊ സംസാരിച്ച പോയി കുറേ പ്രാവശ്യം ഉപ്പയെ കുറിച്ച് പറഞ്ഞു. അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എന്റെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് വിലയിരുത്താൻ അതായിരിക്കും നന്നാവാ. തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ഉമ്മാനി ഉപ്പാനി അത്രയും നോക്കിയിട്ടുണ്ട്. എൻ്റെ ഉപ്പ എൻ്റെ ഗുരുവും കൂടിയാണ്. ഇങ്ങനെ കേവലം ദഫും ഇത് അറബന മുട്ടൊന്നും മാത്രമല്ല, ലൈഫ് റോൾ മോഡൽ. എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എൻ്റെ ഉപ്പ തന്നെയാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എനിക്ക് അത്രയും ഇഷ്ടമാണ് എൻ്റെ ഉപ്പാനെ. നമുക്കൊക്കെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം, കാരണം സാന്ദർഭികമായിട്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അങ്ങനത്തെ കുറെ കിതാബുകൾ ഉപ്പേൻ്റെ അടുത്ത് നിന്ന് നോക്കാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഉപ്പാമോനി എന്നുള്ള ആ രീതിയിൽ ഞങ്ങൾ നല്ല സോഷ്യലായിട്ടാണ് ജീവിച്ചു പോലുള്ളത്. അത് കേട്ടപ്പോ ഞാൻ കുടുംബത്തിലേക്ക് കയറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഓർഡർ അല്ല, സംസാരമാണ്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുമ്പ് താഴെ വെച്ച് സംസാരിക്കുമ്പോഴും ക്യാമറമാൻ പറഞ്ഞു ഇത് ഇങ്ങനെ കൊണ്ടുപോയി സംസാരിച്ചാൽ മതി, അതാണ് വേണ്ടത്, ഒരു ഇന്റർവ്യൂ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിൽ അപ്പുറം. അപ്പോ ഇപ്പൊ ഉസ്താദ് ഉപ്പാനെ പരിചയപ്പെടുത്തിയല്ലോ, ആ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ഈ കുടുംബത്തിൽ നിന്ന് പരിചയപ്പെടുത്തുമ്പോ ഇപ്പൊ ഇതിൽ പറഞ്ഞു എന്റെ ഒരു ഗുരുന്ന്, അതുപോലെ ജുനൈദിനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ജുനൈദ് പറഞ്ഞ ഉസ്താദിന്റെ മോൻ
ഉസ്താദിന്റെ മോനെ. ഇവിടെ അങ്ങനെയാണ് അല്ലെ? തീർച്ചയായിട്ടും ഞങ്ങൾ സോഷ്യൽ ഇതിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പ കാണിച്ചു തന്നൊരു ഇതാണത്. അങ്ങനെ ഉപ്പയും ഉമ്മയൊക്കെ ആയിട്ട് ഭയങ്കര ഐക്യം, ഒരു കളി തമാശയായിരുന്നു. എന്നാലും ഞങ്ങളെ ശാസിക്കേണ്ട അടുത്ത് ഒരു നോട്ടാണ് ഉണ്ടാകുക, അത് പറ്റൂല എന്നുള്ള രീതിയിൽ ഒരു വടിയെടുത്ത് തല്ല് ചീത്ത പറയൊന്നും ചെയ്തിട്ടില്ല. അവിടെ കണ്ണ് കണ്ടാൽ അറിയാം നമുക്കത് ഞാൻ ചെയ്യാൻ പറ്റാത്ത അരുതാത്തത് കണ്ടാൽ ആ നോട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയായിരുന്നു. ആ ഒരു രൂപത്തിൽ ഇപ്പോഴും കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ജുനൈദിനെയും നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്തില്ലേ? അതായത് അവൻ താല്പര്യത്തോട് കൂടെ തന്നെ ഒന്ന് വിശദീകരിക്കാൻ എന്തൊക്കെയാണ് ചെയ്തത്? അത് പിന്നെ ജുനൈദ് ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്നത് പിന്നെ കൊണ്ടൂര് വെച്ചിട്ട് മക്കാമില്. അവനൊരു 9ാമത്തെ വയസ്സില്, 9ാമത്തെ ഞാൻ 10ാമത്തെ വയസ്സിൽ ബാക്കിലേക്കായി. അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റില്, അവിടെ നിന്ന് ആയിക്കോട്ടെ എന്നാണ്. അങ്ങനെ ആളിതായി. പിന്നെ ഇപ്പോ ലാസ്റ്റ് നമ്മള് കോവിഡ് കഴിഞ്ഞപ്പോ ഒരു വലിയ കലോത്സവം നടന്നു, 61ാമത് കലോത്സവം കോഴിക്കോട് വെച്ചിട്ടാണ്. അതിൽ അപ്പോഴത്തേക്ക് അയാളൊരു സ്വന്തമായിട്ട് ടീമിനെ പരിശീലിപ്പിച്ചു, ട്രൈ ചെയ്തു. ആള് ഏജ് പറയണം. അന്ന് കുട്ടിയുടെ ഏജ് ജുനൈദിന്റെ 10ാം ക്ലാസ്സിലെ ജുനൈദ് സ്കൂളില് പറഞ്ഞു, അപ്പൊ ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ്. ഞാൻ അവിടെ പരിശീലിപ്പിക്കാൻ എനിക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫോക്കലോറായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വൈസ് ചെയർമാനായിട്ട് തെരഞ്ഞെടുത്തപ്പോ തന്നെ ഞാൻ പരിശീലന രംഗത്ത് നിന്ന് മാറിയപ്പോ ഉപ്പ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ശരിയായിക്കോളാം, നല്ലൊരു ടീമിനെ ആളെ മാറ്റി. അപ്പോ ജുനൈദിന്റെ ഉള്ളിൽ നല്ലൊരു പരിശീലകൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും പരിപാടിന്റെ സമയത്ത് ഞാൻ പോയപ്പോ അന്ന് ക്യാമറക്ക് മുന്നിൽ ഞാൻ പറഞ്ഞത് അതാണ്, ഞാൻ അഭിമാനം കൊള്ളുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതൊരു വലിയ സംഭവം. 15 വയസ്സുകാരനായ ഒരാള് പരിശീലിക്കാൻ. അപ്പൊ ഉസ്താദ് കൂടുതൽ പറയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയാണ്, ജുനൈദിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാലോ, ജുനൈദിനുള്ള ഉസ്താദായിട്ട് അത്രയും ബന്ധമാണ്, വലിയ അഭിമാനം കൊള്ളുന്നുണ്ട്. ജുനൈദ് നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ബെൽറ്റ് ഉള്ള ആളാണ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, +2 സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മതപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. മർക്കസ് ഗാർഡനിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാംസുകള് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ്. കുടുംബത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. കുടുംബത്തെ പോലെ നടക്കുന്ന ഒരാളുണ്ട്, പലരുടെയും വിചാരം അത് ഉസ്താദിന്റെ മകനാണെന്നാണ്. നിയാസ് കാന്തപുരം. ഈ നിയാസ് കാന്തപുരം ശരിക്കും ആരാണ്? നിയാസ് കാന്തപുരം എന്നുള്ളത് വലിയ ചരിത്രമാണ് സംഭവം. എൻ്റെ കൂടെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു ആസിഫായിരുന്നു. ആസിഫ് ഇവിടെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ്. ആസിഫിന്റെ ഉപ്പ എൻ്റെ ഉപ്പാന്റെ ശിഷ്യനായിരുന്നു. അപ്പൊ ആസിഫിന് ഞാൻ ഫറൂഖ് കോളേജിൽ BA എക്കണോമിക്സിനൊക്കെ സീറ്റും ഒക്കെ വാങ്ങിക്കൊടുത്തു. നല്ലൊരു മോനാ. അപ്പൊ ഒരിക്കലും അവന് പിന്നെ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോ അവൻ്റെ ഉപ്പ കുവൈത്തിലാണ്. ഒരു വിസ ഉസ്താദ് സമ്മതം തരാന്നുണ്ടെങ്കിൽ ഞാൻ കുവൈത്തിലേക്ക് പോവാന്ന് പറഞ്ഞു. എനിക്ക് സമ്മതം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവരെ ഫ്യൂച്ചറും കൂടിയല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം, എനിക്ക് നല്ലൊരാള് വേണം, എൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ടീമിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൻ ഒരാൾ വേണം. അപ്പൊ അതിനെപ്പറ്റി ഒരാളെ നിങ്ങൾ എന്താക്കുക കണ്ടെത്തണം, അതിന് ദ്വാ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ 2014 ഞാൻ ഫിജിയിൽ നിന്ന് വന്ന സമയത്താണ് കാന്തപുരത്ത് ഒരു പരിപാടിയാണ്. അന്ന് അവിടെ എന്താ ഹെൽത്ത് സ്കൂൾ അങ്ങനെ എന്തോ ഒരു ഇതിലാണ് ഒരു വലിയ പരിപാടി നടത്തുമ്പോൾ അവിടെ പിന്നെ ഈ നിയാസ് വേദിയിൽ വന്ന് പാടുകയാണ്. അപ്പൊ ആസിഫ് എന്നോട് പറഞ്ഞു, ഇയാളെ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ഞാൻ പരിപാടിൻ്റെ ഇതിലായതുകൊണ്ട് ആ കുട്ടീനെ ഒന്നുകൂടി നമുക്ക് പാടിപ്പിക്കാൻ തന്നെ. ഞാൻ പറഞ്ഞു, നേരത്തെ പാടിയ കുട്ടി ഒന്നുകൂടിയും പാട്ടാം. അപ്പൊ ഇയാളെ പാട്ടും ശ്രുതിബോധമൊക്കെ വഴിന്ന് കളഞ്ഞിട്ടാണ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോ അതുകൊണ്ടായില്ലല്ലോ നമ്മള് ഒപ്പം കൂട്ടുന്നല്ലേ, അപ്പൊ ഫാമിലി ഒക്കെ അറിയണ്ടേ ഒരാളൊപ്പരം കൂട്ടുമ്പോ. അപ്പൊ അറിഞ്ഞു നോക്കുമ്പോ അങ്ങനെ 2014 ശരിക്കും നിയാസ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഒരു 2014 മുതൽ പിന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു വർഷം, ഒരു 5-6 വർഷം എൻ്റെ ശിഷ്യനായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെയാണ് ഞങ്ങള് അതുവരെ എല്ലാവരും വിചാരിച്ചത് മകനാന്നുള്ളതാ, ഏതൊരു നാട്ടുകാര് വരെ, കാരണം അവര് ഏതോ ബോർഡിങ്ങിലൊക്കെ പഠിച്ച് ഇപ്പം പ്രത്യക്ഷപ്പെട്ടതാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടായുള്ള ആളുണ്ട്. കാരണം ഏകദേശം നിങ്ങളുടെ ഫേസ് അങ്ങനെ ഇതാണല്ലോ.
നിയാസ് കുറച്ച് ഭംഗി കൂടും, ഇത്ര പ്രശ്നമുള്ളൂ. ആയിക്കോട്ടെ, എന്നാലും അവിടെ 100 മാർക്ക് അവിടെ കൊടുക്കാം അല്ലേ? ആയിക്കോട്ടെ, എനിക്ക് ഭംഗിയില്ല എന്നല്ലല്ലോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടില്ല, താരതമ്യേനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏതാവട്ടെ, അന്ന് പിന്നെ നിയാസിനെ ഞങ്ങളെ ഫാമിലിയിൽ നിന്ന് തന്നെ കുറെ ആളുകൾ അന്വേഷിച്ചു. അങ്ങനെ കല്യാണ ആലോചന വന്നു. നാട്ടുകാരിൽ ചിലര് ചോദിച്ചു, ആ കുട്ടി എവിടെയാണ്, എങ്ങനെയാണ്, നമുക്ക് ആലോചിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പൊ ഞാൻ വൈഫായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് നിയാസിനെ എടുത്തുകൂടെ, നല്ല ഫാമിലി അല്ലേ, നല്ല ഇതല്ലേ, തറവാട്ടുകാരല്ലേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ പെങ്ങന്മാരൊക്കെ എഴുത്തി ഞങ്ങൾ ഫാമിലി മീറ്റിംഗിൽ ഇപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ. ഒന്നും കൂടെ കയറി ചോദിക്കാണ്, ഈ പെങ്ങന്മാരിരുത്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സംസാരത്തിലൊക്കെ. ഇപ്പോഴും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഈ പെങ്ങന്മാരും നിങ്ങളൊക്കെ ഒന്നിച്ചൊരു അങ്ങനെ ഒരു അത് നല്ലതാണ്. പക്ഷെ അത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് പെങ്ങന്മാരാണ്, ചെറിയ പെങ്ങന്മാരല്ല. ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പെങ്ങളുടെ മക്കളൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ അത്രയും വയസ്സായിട്ട് പോലും, അതായത് കുറെ ആയിട്ട് പോലും ഇപ്പോഴും ഏത് കാര്യത്തിനും ഒന്നിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളത്. അത് ഉപ്പ 2014 ഉപ്പ മരിക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് 2-3 ദിവസം മുമ്പ് എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യവും. അപ്പൊ അതിൽ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇവർ രണ്ടാളും ഇനി നന്നായിട്ട് നോക്കണം എന്ന്. നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞാണെങ്കിൽ ഐക്യപ്പെട്ട് ജീവിക്കണം എന്നുള്ളത്. ഞങ്ങൾ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായില്ല. ഈ ഒരു പ്രശ്നം ഉപ്പുള്ള സമയത്താണെങ്കിലും ഞങ്ങളെ എപ്പോഴും ചേർത്ത് ഇല്ല, ഉണ്ടായിട്ടേ ഇല്ല. അപ്പോ പിന്നെ ഫാമിലിയിൽ വിഷയങ്ങൾ ചിലത് വരും, നമ്മൾ താഴേണ്ട അടുത്ത് നമ്മൾ താന്നു കൊടുത്താൽ മതിയല്ലോ, അത് ഇതല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഉപ്പ പറഞ്ഞല്ലോ അങ്ങനെ ഇവരൊക്കെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ അറബി മാസം 1-ാം തീയതി ആകുമ്പോൾ ഈ ഭക്ഷണ കിറ്റ് ഉണ്ടാവില്ല, അത് ഞങ്ങൾ 2 വീട്ടിലേക്കും 2 പെങ്ങന്മാരിലേക്കും ഞങ്ങൾ ഇവിടുന്ന് അപ്പോ ഞങ്ങള് പിന്നെ രണ്ടാമത്തത്, എനിക്ക് മകളില്ല, 2 പെങ്ങന്മാരുള്ളത്. അപ്പൊ അവരെ ഉപദേശം എനിക്ക് കിട്ടുക എന്നുള്ളത് ജീവിതത്തിൽ കിട്ടുന്ന, ഞാനിപ്പോഴും പറയും എൻ്റെ പെങ്ങന്മാര് പിന്നെ ലോകത്തെ ഏറ്റവും നല്ല പെങ്ങന്മാരായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഉപദേശം തരുന്ന, എനിക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോ എന്നോട് ചേർന്ന് നിൽക്കുന്ന അവരാണ് ഏറ്റവും നല്ല പെങ്ങന്മാരാന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവരെ മക്കളും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയത്തിലും ഒരു അമ്മാവൻ എന്നുള്ള നിലക്കൊന്നല്ല, അല്ലാതെ ഞങ്ങൾ ഭയങ്കര സോഷ്യലായിട്ട് ഒരുമിച്ച് കൂടി ഇതാക്കി ചെയ്യും. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ നിയാസിന്റെ കാര്യമാണ് പറഞ്ഞു വന്നിരുന്നത്, പെങ്ങന്മാരെ കൂട്ടി അങ്ങനെ ചർച്ച ചെയ്തു. അങ്ങനെയാണ് എൻ്റെ മകള് ജുവൈരിയാണ് നിയാസിനെ ഏൽപ്പിക്കുന്നത്. അപ്പൊ അതാണ് നിയാസ് ബന്ധം. അതെ, പ്രേക്ഷകരോട് പറയാണ്, നിയാസ് ഉസ്താദിന്റെ മരുമകൻ കൂടെയാണ് എന്നുള്ളൊരു വിവരം അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട്. അന്ന് നിക്കാഹിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് പല ആളുകളും ഇത് മരുമകനാണെന്നുള്ളത് ഇതാക്കി. അതുവരെ കൃത്യമായിട്ട് എന്താ വെച്ചാണെങ്കിൽ മകൻ എന്നുള്ള ഇതിൽ തന്നെ. ഏതായിരുന്നു അതിലേക്ക് കയറിയ സ്ഥിതിക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഈ ദഫ്, കുത്രാത്തീവ് ഇത്തരം സംഭവമായിട്ട് എന്നും ബിസി ആയിരിക്കും. എന്നും ബിസി എന്ന് പറഞ്ഞാൽ ബൈ മീൻ 24 hours 24/7 ബിസിയാണ്, ഷെഡ്യൂൾഡ് ആണ്. അപ്പൊ ഈ ഫാമിലി മീൻസ് യുവർ വൈഫ് ആൻഡ് യുവർ ചിൽഡ്രൻ, അവരൊക്കെ ഇതിന് എങ്ങനെയാണ് സപ്പോർട്ട്, ഏത് രൂപത്തിലാണ് അവരുടെ പ്രതികരണം? എനിക്കിപ്പോ ഒരു വേദിയിൽ പോയിട്ട് പിന്നെ ഒന്ന് സംസാരിക്കണമെങ്കിൽ, അല്ലെ പെർഫോം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ സോയിൽ മാഷ് സാറോട് എനിക്കിങ്ങനെ ചിരിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ ഈ വൈഫിൻ്റെ നല്ലൊരു പിന്തുണ വേണ്ടേ. എനിക്ക് ഏറ്റവും വലിയൊരു ശക്തി തരുന്നത് എൻ്റെ വൈഫാണ്. അതെനിക്ക് പ്രേക്ഷകരുടെ മുന്നിൽ മറച്ചു വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ചിരിക്കാനോ ഇതാക്കാനൊന്നും കഴിയില്ല. ആ സന്തോഷത്തോടു കൂടെ, സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്തുണ ആണ് ഇതിനൊക്കെ വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ നല്ല ക്ലോസ് റിലേഷൻഷിപ്പ് ആണ് എന്ന് മനസ്സിലായി. കാരണം ഇവിടെ ഞങ്ങൾ കയറി വന്നപ്പോഴന്നെ പിന്നെ ഒരു സംഭവ വികാസം ഉണ്ടായി. സംഭവ വികാസം ഇവിടെ പറയാൻ പറ്റില്ലെന്ന് അറിയില്ല. കയറി വന്നപ്പോ പിന്നെ ഡോറ് തുറക്കാൻ പെട്ടെന്ന് വന്നപ്പോ നമ്മൾ അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നുള്ള. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ മോള് ഇവിടെ ഉണ്ടല്ലേ എന്ന്. മോളല്ല വൈഫാണ് എന്നുള്ളത് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അവിടെ ഉള്ളിൽ പോയിട്ട് അടി ഉണ്ടാക്കണ ഒരു സംഭവം കണ്ടു. ആ അടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ഞങ്ങള് ഫ്രീ ആകുന്ന സമയത്തൊക്കെ ഇവിടെ വീട്ടില് പിന്നെ കളി, ചിരി, തമാശയൊക്കെ, അതായത് പരിപാടി കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് വന്നാൽ അതോടെ ഒഴിവാക്കും. ഇതുണ്ട്. ഇപ്പൊ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്നു,
അത് കഴിഞ്ഞ് ഞങ്ങൾ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിച്ച് കഴിക്കുന്നു. ഭക്ഷണങ്ങളൊക്കെ ഒന്നിച്ചിട്ട് കഴിക്കും. അത് ആ സിസ്റ്റത്തിൽ അങ്ങനെ നേരത്തെ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു പിന്തുണാണ് ശരിക്ക് നിങ്ങൾ ഇപ്പൊ കാണുന്ന കോയ കാപ്പാടിന്. വേറെ അല്ലെങ്കിൽ കോയ കാപ്പാട്ടല്ല, കീപ്പാട്ടായി പോകും. അപ്പൊ ആരൊക്കെയാണ് വേറെ ഫാമിലിയിലുള്ളത്? ഫാമിലിയിൽ ഇപ്പം മക്കള് 3 ആളാണ്. 3 പേര്. ജുവേരിയുണ്ട്, മൂത്ത മോള്. ജുവേരി എന്തെങ്കിലും പഠിച്ചോ? ജുവേരിയ ഞാൻ +2 കഴിഞ്ഞ് നോക്കുമ്പോ ജുവേരിനെ DLEDന് ടീച്ചറായി. പിന്നെ അത് കഴിഞ്ഞോടുകൂടി തന്നെ കാറ്ററ്റ് കിട്ടി. കാറ്ററ്റ് എഴുതി, അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ക്വാളിഫൈഡ് ആയല്ലോ. ഇപ്പൊ ഞാൻ ഇഗ്നോന്റെ ഡിഗ്രിക്ക് എന്താക്കിയിട്ടുണ്ട്. പഠനം നിർത്താൻ പറ്റില്ല. അപ്പോ നമ്മുടെ നിയാസും കോഴ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വ്യത്യസ്തമായ കോഴ്സുകൾ. ഫ്രീ കൊടുക്കൂലല്ലേ? എനിക്കിഷ്ടല്ല ഇങ്ങനെ പഠിക്കാതെ നിൽക്കുന്ന സംഗതികള്. അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ ജുവേരിയക്ക് ഈ കരാട്ടെ എന്തെങ്കിലും കളരോ? അതൊക്കെ ചോദിക്കുന്നതിന് ഒന്നും വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാല് ഇതൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ തീർക്കാനാണ്. ഗേൾസിന് പഠിക്കാൻ പറ്റൂല്ലേ എന്നുള്ളതൊക്കെ ഉണ്ട്. ജുവേരി ഞങ്ങള് വൈഫൊക്കെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ അവർക്ക് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ജുനൈദിനും കൊടുത്തിട്ടുണ്ടോ? അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം, ആ ചിരിക്ക് കാരണം അതാണോ അല്ലെ പേടി? അങ്ങനല്ലല്ലോ. അല്ല, രണ്ടാൾക്കും അറിയാലോ അല്ലേ. ഒന്ന് നിന്ന് ഒരാളോട് സംസാരിക്കാനുള്ള ഒരു ഇത് വേണ്ടേ. അപ്പോ ജുനൈദിന് ആദ്യം ഞാൻ തന്നെ ക്ലാസ് കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ സമയം ആൾക്ക് അത്ര പോരാൻ തോന്നി നോക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, നേരത്തെ കളരിയിലൊക്കെ ഉണ്ടായിരുന്ന, ഒന്നിച്ചു പഠിച്ച നമ്മുടെ ഗിരീഷ് മാഷുണ്ട്, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഗിരീഷ് മാഷ കയ്യിലാക്കി. അങ്ങനെ കഴിഞ്ഞ വെക്കേഷനിലാണ് നാദാപുരത്ത് വെച്ച് നടന്ന പിന്നെ ടെസ്റ്റിൽ ജുനൈദ് ബ്ലാക്ക് ബെൽറ്റ് എടുക്കുന്നത്. അപ്പം മോളൊക്കെ അങ്ങനെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലതാണല്ലോ. ഇവിടുന്ന് തന്നെ ഇവിടെ അതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കൂടുതലാണ്. ഇവിടുന്ന് ഇങ്ങനെ 3 മക്കളാണ്. 3 മക്കള്. പിന്നെ രണ്ടാമത്തെ ആള് ജുനൈദ് ഇപ്പം മർക്കസ് ഗാർഡനിൽ പിന്നെ സയൻസിൽ ഇതാക്കുന്നുണ്ട്. പിന്നുള്ളത് അഹമ്മദ് സബാരി ഫൈ, താഴെ ക്ലാസ്സിലാണ്. ആ പേരെന്നെ ഇട്ടത് അല്ലെ, അഹമ്മദ് സബാരി ഫൈ. ഏത് ക്ലാസ്സിലാണ് കുട്ടി പഠിക്കുന്നത്? അവനിപ്പോ നമ്മുടെ ഇലാഹിയ സ്കൂളിലാണ് പഠിക്കുന്നത്, LP-യിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവും. തീർച്ചയായിട്ടും, അള്ളാഹു ഉയർത്തട്ടെ. പിന്നെ ഒരു 2 വാചകം നമ്മളെ കാപ്പാടുകാരെ കുറിച്ചും പറയാൻ പറ്റും. ഒന്ന് ഞാൻ പറയട്ടെ, കേരളത്തിൽ ഓൾ ഓവർ കാപ്പാട് അറിയപ്പെടാൻ പല സാഹചര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് കോയ കാപ്പാട് തന്നെയാണ്. കാരണം എവിടെ ചെന്നാലും ഈ കാപ്പാട് എന്നുള്ള പോസ്റ്ററാണ്. വേറെയും കുറെ ഉണ്ടാവും. അപ്പൊ ഈ കാപ്പാടിനെ കുറിച്ച് 2-3 വാചകം. കാപ്പാട് പിന്നെ എൻ്റെ ഈ ഗ്രാമം എന്നുള്ളത് ഇപ്പൊ നൂറ്റാണ്ടുകള് പാരമ്പര്യമുള്ള ദഫ്. ഞങ്ങളുടെ നാട്ടിൽ ദഫ് പഠിക്കുക എന്നുള്ള വലിയൊരു അഭിമാനമാണത്. ഈ നാട്ടുകാരൊക്കെ ഞങ്ങളെ പൂർവീകരെ എങ്ങനെയാണോ സ്നേഹിച്ചത്, ആ സ്നേഹം ഇപ്പോഴും ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും, ഇപ്പോൾ ചാരിറ്റി ആണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും എല്ലാത്തിലും ഇടപെടാൻ എനിക്ക് അവർ അവസരം തരുന്നുണ്ട്. ഞാനതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഒരു നാട്ടിലാവുമ്പോൾ അവിടെ കുറെ പൊളിറ്റിക്സ് ഉണ്ടാവും, അസോസിയേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ ബാധിക്കാറുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത്? തീർച്ചയായിട്ടും. ഞാനൊരു കലാകാരനാണ്. എൻ്റെ പിന്നെ ധർമ്മം എന്നുള്ളത് എന്നിൽ അധിഷ്ഠിതമായ കല സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആ കലാകാരൻ മൈൻഡിൽ കയറ്റിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയണ്ടോ? എന്ത് ഫുൾ ടൈം സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടു കൂടെയാണല്ലോ. അത് ഒരു സ്ട്രെസ് നമ്മൾ കാണുന്നില്ല. ഏത് സ്റ്റേജിൽ വന്നാലും ശരി, സ്റ്റേജ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ആ വഴിക്കുള്ള ആളുകളൊക്കെ കൂട്ടിപ്പിടിച്ച്, അതിലും തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അതില് ഒരു ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല, കാണുന്നവരൊക്കെ നല്ലതായിട്ട് ഇതാക്കുക. സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നു അങ്ങനെ തന്നെയാണ്. അതൊക്കെ എന്താണ്? അങ്ങനെയൊക്കെ ഇടയ്ക്ക് അസൂയ തോന്നാറുണ്ട്. അത് ചിരിക്കുന്ന മുഖങ്ങളെ മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നുള്ളൂ. ചിരിക്കുന്ന മുഖങ്ങൾ എന്ന് പറയുമ്പോൾ, ഞാൻ പരിശീലിപ്പിക്കാൻ പോകുന്ന, എൻ്റെ മുന്നിൽ പരിശീലനത്തിന് എത്തുന്ന കുട്ടികൾ അവരെന്നോട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ അവരെന്ന് വരെ ഒരു വടിയെടുത്ത് തല്ലിയിട്ടൊന്നുമില്ല. രണ്ടാമത്തെ പ്രോഗ്രാമിന് പോകുന്ന സമയത്താണെങ്കിലും പിന്നെ അവിടെ ഞാൻ ചിരിക്കുന്ന സംഘാടകരെയും ഓഡിയൻസിനെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ
അവിടൊക്കെ മനസ്സിന് എപ്പോഴും സന്തോഷമുള്ളത്. അതാണ് ശരിക്കും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ കല എന്നുള്ളത് സ്നേഹമാണ്, സന്തോഷമാണ്, സൗഹൃദമാണ്. ആ രൂപത്തിൽ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ നിന്നുള്ള പിന്തുണ അതില്ലെങ്കിൽ ഈ ചിരി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എപ്പോഴും ആർട്ടിഫിഷ്യൽ ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കാണ്ടാകുക അതല്ല. ഇപ്പൊ എല്ലാ നിലക്കുള്ള സന്തോഷം പടച്ച തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കണം. കാരണം നമ്മളെ വീഡിയോഗ്രാഫർമാരെ കയ്യിൽ കുഴഞ്ഞിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ സംസാരിക്കാതിരുന്നാലും പിന്നെ അത് അവസാനിക്കാൻ സാധ്യല്ല. എന്നാലും ഒരു കാര്യം ചോദിക്കും, പലപ്പോഴും ഉസ്താദിന്റെ വണ്ടി കാണുമ്പോൾ അപ്പൊ അതിന്റെ മുമ്പില് ഒരു സാധനം കാണാം, ഒരു ചുവന്ന സാധനം, ബോർഡ്, കേരള ഫോക്ലോർ അക്കാഡമി. അതിന്റെ എന്തൊക്കെയാണ് ഉസ്താദിനെ അറിയുള്ളൂ? അത് എന്തൊക്കെയാണ്, എന്താണ് സംഗതി, അല്ലെങ്കിൽ അത് ഏതാ സ്ഥാനം? ഞാനും ചില സംഘടനകളുടെ ഒക്കെ അതുപോലെ ഒരു സംഘടന അല്ലാന്ന് തോന്നിയിട്ടുണ്ട്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട. അതൊന്ന് വിശദീകരിക്കും, ആളുകൾക്ക് അറിയാനുള്ള. കേരള ഫോക്ലോർ അക്കാഡമി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഫോക്ക് എന്നുള്ളത് നമ്മുടെ നാട്ടറിവ്, പിന്നെ ഫോക്ലോർ എന്ന് പറഞ്ഞെങ്കിൽ ഈ സമൂഹത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവാണ് ശരിക്കും ഫോക്ലോർ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1995 കാലയളവിലാണ് ഗവൺമെന്റ് ആ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണിത് കേരള ഫോക്ലോർ അക്കാഡമി ഉള്ളത്. അതിലെ അതാത് പിന്നെ കാലത്തെ പിന്നെ ഭരണകൂടമാണ് അതിന്റെ സമിതിയെ നിശ്ചയിക്കുന്നത്. അതിലുള്ളത് ഇപ്പം പിന്നെ മുഖ്യമന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, അങ്ങനെ പോകുന്നുണ്ട്. അന്നേരം ഒഫീഷ്യലായിട്ട് ഗവൺമെന്റിന്റെ സർക്കാർ തന്നെ 2022 ഒക്ടോബർ 7 ഈ മന്ത്രിസഭ കൂടിയിട്ട് എന്നെ വൈസ് ചെയർമാൻ പോസ്റ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചെയർമാൻ എന്നുള്ളത് OS ഉണ്ണികൃഷ്ണൻ സാറാണ്. സെക്രട്ടറി പിന്നെ അജയൻ മാഷാണ്. ഒക്കെ നല്ല ഈ പ്രാഗൽഭ്യം തെളിയിച്ച ഞാനിപ്പോ അവരെപ്പരം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് അറിവ് കൂടുന്ന സംഗതിയും കൂടിയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോയ കാപ്പാടിനെ അറിയുള്ളൂ. അതെ, പ്രശ്നമുണ്ട്. OS ഉണ്ണികൃഷ്ണൻ സാറാണെങ്കിലും അവരൊക്കെ കലാകാരന്മാരും കൂടിയാണ്. ഈ ഫോക്ലോറിലൊക്കെ നല്ല ധാരണയുള്ള ആളുകൾ. ഞാൻ പറയട്ടെ, അതായത് ഈ ഫോക്ലോർ അക്കാഡമി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്തരം ആളുകളുടെ ഇടയിലൊക്കെ പോപ്പുലർ ആക്കിയത് നിങ്ങളെ പോലുള്ള ബന്ധങ്ങള് അവിടെയൊക്കെ തീർച്ചയായിട്ടും ഈ മലബാറിലൊക്കെ നമുക്ക് ശരിക്ക് നല്ലൊരു വേരോട്ടം ഉണ്ടാകും. ആദ്യം നിങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായില്ലേ? അത് 2012 ഫോക്ലോർ അക്കാഡമി അവാർഡ് വിന്നർ. അങ്ങനെയാണ് നമ്മൾ 2012 അവാർഡ് തന്നെ. അന്ന് പിന്നെ എനിക്ക് തോന്നുന്നു UDF-ന്റെ ഭരണകാലത്ത് അന്ന് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ പ്രദീപ് കുമാറാണ്. പിന്നെ എൻ്റെ അടുത്ത സുഹൃത്താണ് അവർ, പ്രദീപ് കുമാർ. ചെയർമാനായിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് സാർ, അവരെ സമയത്താണ് എനിക്ക് അവാർഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ മീറ്റിംഗ് സംഗമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്? അതൊക്കെ തിരുവനന്തപുരം ഒക്കെ വെച്ചിട്ട്? അല്ല, ആസ്ഥാന മന്ദിരം കണ്ണൂർ ചിറക്കലാണ്, പുതിയ തെരുവിലാണ്. അതല്ലേ? പുതിയ തെരു ചിറക്കല് കോവിലകത്താണ് നമ്മുടെ ആസ്ഥാന മന്ദിരം. അവിടെ ഒരു വിശാലമായ വലിയൊരു കുളമുണ്ട്, മനുഷ്യനിർമ്മിത, ഏഷ്യയിലേക്ക് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കുളം അവിടെയാണ്. അപ്പൊ അതിന്റെ ചാരെ വലിയൊരു ബിൽഡിങ്ങും ആളുകൾക്ക് വലിയ മ്യൂസിയം ഉണ്ട്. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ വരണോ, സന്ദർശിക്കാൻ പറ്റുമല്ലോ. മ്യൂസിയം ഉണ്ട്, പിന്നെ നല്ലൊരു ലൈബ്രറി ഉണ്ട് അവിടെ. അവിടെയൊക്കെ കാണേണ്ട ഒന്നാണ്. നിങ്ങളെ സ്ഥാപനത്തിലെ കുട്ടികളൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് കൊണ്ടുവന്നാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല അങ്ങനെ കൊണ്ടുവരണം. അപ്പോ പിന്നെ അങ്ങനെ ഈ ഫോക്ലോർ അക്കാഡമിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനം അത് ഗവൺമെന്റാണ്, ഔദ്യോഗിക സ്ഥാനത്ത് തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള നാടൻ കലാകാരന്മാരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത് കേരള ഫോക്ലോർ. പലതരത്തിലുള്ള കലകൾ. അതെ, ഉദാഹരണം പറയാം, ദഫ് നമുക്കറിയാം, ദഫുമുട്ട്, അറബനമുട്ട്, മാപ്പിളപ്പാട്ട്, പിന്നെ ചീനിമുട്ട്, പിന്നെ കോൽക്കളി, വട്ടപ്പാട്ട്, ഒപ്പന, അതുപോലെ തന്നെ നാടൻപാട്ട്, നാഗപ്പാട്ട്, ഭൂതപ്പാട്ട്, അങ്ങനത്തെ കേരളത്തിലെ അങ്ങോളം അങ്ങോളമുള്ള നാടൻ കലകള് ഒരുപാടുണ്ട്. പിന്നെ അലാമിക്കളി അടക്കമുള്ള പിന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് സത്യത്തിൽ അതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. അല്ല, അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അതിനേക്കാൾ കൂടുതൽ പഠിക്കണം. അതെ അതെ, ഈ മേഖലയിലൊക്കെ നമ്മൾ ഇടപെടുന്ന സമയത്ത് ഈ കലകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം, വേണമല്ലോ. അതെ, കാര്യങ്ങൾക്ക്. അതെ, അല്ല എനിക്ക് തോന്നുന്നു പിന്നെ
ഈ മന്ത്രിസഭ കൂടിയിട്ട് ഇപ്പൊ സാംസ്കാരിക വകുപ്പ്, ഞങ്ങളെ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാറാണ്. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് കോയ കാപ്പാടിനെ എല്ലാ ഫോക്കലോർ അക്കാഡമിയിലേക്ക് തെരഞ്ഞെടുത്തത്. അത് കോയ കാപ്പാടിന് കിട്ടിയ അംഗീകാരമല്ല, അത് കേരളത്തിൽ അങ്ങോളങ്ങളുള്ള നാടൻ കലാകാരന്മാർക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതെ, അതല്ലാതെ ഈ വ്യക്തിക്ക് എന്ത് പ്രാധാന്യമുള്ളത്? വ്യക്തിക്കല്ലല്ലോ, വ്യക്തിയിൽ എന്ത് അധിഷ്ഠിതമാണ് എന്നുള്ളതല്ല നോക്കിയിട്ടുള്ളത്. അപ്പോ സർക്കാർ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം അത് വളരെ നീതിപൂർവം എന്താക്കണം, ചെയ്യണം എന്നുള്ളതാണ്. എന്നാ ഓക്കെ, ഇനി ചോദിക്കേണ്ട മറ്റൊരു കാര്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒഴിവ് സമയത്ത് ഞാൻ ചോദിക്കില്ല, കാരണം അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. എന്നാലും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഉണ്ടാണ്. നമ്മളിങ്ങനെ ചോദിക്കാം വാട്ട്സ് യു ഹോബി എന്നൊക്കെ ചോദിക്കില്ലേ, അതേപോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വായന. ഏത് മോഡൽ വായന? ഞാൻ പരന്ന വായനയാണ്. എന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ലൈബ്രറി ഇവിടുത്തെ വന്നപ്പോൾ കയറി കണ്ടപ്പോൾ ലൈബ്രറി കണ്ടപ്പോൾ മനസ്സിലാണ്ടാവും. ഞാൻ അറബിക്ക് നന്നായിട്ട് വായിക്കും, കിതാബുകൾ റെഫർ ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പോഴും മുത്താല ചെയ്തുകൊണ്ടിരിക്കും. അതോടൊപ്പം ഫോക്കലോറിൽ ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വിഷ്ണു നമ്പൂതിരി സാറിൻ്റെയൊക്കെയും അങ്ങനത്തെ കുറേ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ബുക്ക് ഇപ്പോൾ യാത്രയിലാണെങ്കിലും ഒരു കെട്ട് പുസ്തകങ്ങളായിട്ടാണ് ഞാൻ പറയുക. പ്രത്യേകിച്ച് ട്രെയിനിലാണെങ്കിൽ എന്തായാലും എൻ്റെ സെക്രട്ടറിമാർ പുസ്തകങ്ങൾ എടുത്തു വെക്കും, വണ്ടിയിലെടുത്ത് വെക്കും. അതിങ്ങനെ വായിച്ചിട്ട് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. പിൽക്കാലത്ത് നമ്മുടെ തലമുറകൾ ഈ പുസ്തകം കണ്ടാണെങ്കിൽ ഇതൊക്കെ ഇവർ റെഫർ ചെയ്തിട്ടുണ്ട് പോയതാണ്. അപ്പൊ അവർക്ക് എന്താക്കും, അതിലേക്ക് പോയിന്റുകൾ കിട്ടും. അതല്ല, അവർക്കൊരു വായനക്കുള്ളൊരു പ്രോത്സാഹനമാണ് കൂടിയാണ്. എൻ്റെ വായനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ ഫ്രീ ടൈമിൽ ചെയ്യാൻ ചാനലിൽ കുറെ ഈ മാർഷ്യൽ ആർട്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം കിട്ടിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഫുഡൊക്കെ എങ്ങനെയാണ്, സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പല യാത്രകള്, അതായത് ഉസ്താദിന്റെ ഭക്ഷണം മിക്കവാറും നമുക്ക് ഇഷ്ടപ്പെട്ടതായിക്കൊള്ളുന്നില്ല. കാരണം ഓരോ ദിവസവും ഓരോ സ്ഥലത്തെ പരിപാടി. ഇന്ന് തിരൂര്, നാളെ കാസർഗോഡ്, മറ്റന്നാ പാലക്കാട്. അപ്പോ ഒന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. എന്നാലും ഫുഡ് വായന കൊണ്ട് തന്നെ ശരിക്കും വയറ് നിറയും എന്നുള്ളതാണ്. എന്നാലും എന്റെ പരിപാടിക്ക് വിളിക്കുകയാണെങ്കിലേ 2 ബുക്ക് ഞാന് ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടാന്നല്ല, അല്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൂ, പക്ഷെ ഇഷ്ടമുള്ള അത്രയും കഴിക്കില്ല. മനസ്സിലായില്ലേ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, ഇഷ്ടമുള്ള അത്രയും ഞാൻ കഴിക്കാറില്ല. അപ്പൊ ഒരു ലിമിറ്റ്, ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ ഞാൻ കുറച്ച് ഒഴിവാക്കിയിടും. ഇനിയും വേണം എന്നുള്ള ഇതാകുമ്പോൾ പ്രോഗ്രാം അങ്ങനെ തന്നെയാണ്. ഞാനത് കേട്ടിട്ടുണ്ട്. എന്താ അറിയോ, ഭക്ഷണം കുറച്ച് ശരീരം ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ ഇത്രയും കാലമായിട്ട് നടന്നിട്ടില്ല. അതിന് എന്തെങ്കിലും ട്രിക്ക് നമുക്ക് ഈ ചർച്ച കഴിഞ്ഞിട്ട് നോക്കാം. പ്രോഗ്രാം അങ്ങനെ തന്നെയാണ്. പ്രോഗ്രാം അങ്ങനെ ഇനിയും വേണം എന്ന് പറയുമ്പോ പെട്ടെന്ന് ചവിട്ടിക്കാട്. കാരണം ഇനി കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു. ഓഡിയൻസിന്റെ ഫേസ് നമുക്ക് ശരിക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാലോ. അപ്പൊ ആ സമയത്ത് എന്താ കഴിച്ചാണെങ്കിൽ ഞാൻ അവിടെ നിർത്തും. ഭക്ഷണവും അങ്ങനെ തന്നെയാണ്. ഭക്ഷണം വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ലെ, അതായത് പിന്നെ ഇന്നത് വേണം അങ്ങനെയൊന്നുമില്ല. ഉദാഹരണത്തിന് ഈ പറഞ്ഞ ഫിജിയിലൊക്കെ പോകുമ്പോൾ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഫുഡ് കിട്ടിക്കൊണ്ടെന്നില്ല. അന്നേരം നമ്മൾ പിന്നെ അവിടുത്തെ ഇതായിട്ട് ഇപ്പൊ ചില പ്രോഗ്രാം സ്ഥലക്കൊക്കെ അവര് ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ അന്നേരം ഒന്നും ഞാൻ അതിനെ കുറ്റപ്പറയലൊന്നുമില്ല. അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് അത് കഴിക്കും. ഈ ലൈഫില് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈഫിലെ ടൈമിംഗ് ഉണ്ടാവും. ഇതൊക്കെ ഈ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ഇത്തരം പബ്ലിക് വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കുറെ പാഠങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഉറക്കം ഒക്കെ നടക്കുന്നുണ്ടോ? ഉറക്കം എന്നുള്ളത് നടക്കാത്തൊരു ആഗ്രഹമാണ് ഉറക്കം. ഇന്നിപ്പോ ഞങ്ങള് ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങള് ഉറക്കം തീരുമാനാക്കി. രാവിലെ സാധാരണ രീതിയിൽ സുബഹി കഴിഞ്ഞിട്ട് ഒരു ഉദിച്ചതിന് ശേഷം കുറച്ച് സമയം ഞാൻ മയങ്ങും. 10 മണിക്ക് ശേഷമൊക്കെ വിസിറ്റേഴ്സ് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. വാഹനത്തിൽ വാഹനത്തില് ഉറക്കുണ്ടായി. ഡ്രൈവർ നേരത്തെ പറഞ്ഞ നിയാസ് തന്നെയാണ്. അല്ലല്ല, നിയാസിനെ എങ്ങനെ ഡ്രൈവർ ആക്കുക? അല്ല, ഡ്രൈവറിനെ ഉദ്ദേശിച്ചത് വാഹനം ഓടിക്കുന്ന ആള്. ഓൾ ഇൻ ഓൾ ആണ്. അതായത് വിശ്വസ്തരായ ഒരാളാണ് ഓടിക്കണമെങ്കിൽ അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ കുറെ ഫ്രീ ആയതാ. കാരണം നിയാസ് നമ്മളെ ഇതിലേക്ക് ലൈഫിലേക്ക് കയറി വന്നപ്പോ
സത്യത്തില് ഇപ്പൊ പ്രോഗ്രാമിന്റെ എല്ലാ ഉത്തരവാദിത്വവും നമ്മുടെ നിയാസെ. എവിടെ നിന്ന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആ സമയത്ത് പിന്നെ ഡയറിയിൽ നോക്കി ഇന്ന് ഇവിടെയാണ് എന്ന് കാണാം. പിന്നെ അതിലപ്പുറത്തേക്കായിട്ട് ഒരു സ്ട്രെസ്സിന്റെ ടീം പിന്നെ കോർഡിനേറ്റ് ചെയ്യലൊക്കെ മീൻസ് അപ്പോ ഇന്നിപ്പോ എവിടെയാണ് പരിപാടി, അവിടേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അവ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതൊക്കെ അവര് ടൈം ഷെഡ്യൂളിംഗ് ഒക്കെ ഡിസൈഡഡ് ബൈ ഹിം. അവര് ചെയ്തോളൂ. നമുക്കൊരു അതൊന്നും പ്രശ്നമില്ല. അതുപോലെ മീഡിയ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു വിങ് ഉണ്ട്. അവരൊക്കെ അങ്ങനെയുള്ള ഒരു ടീമിനെ ആക്കിയെടുത്താണ്. എന്നാലും എനിക്ക് ഞാൻ നേരത്തെ അസൂയ എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതല്ല, ഈ തിരക്കിന്റെ ഇടയിലൊക്കെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് ഇരുന്നിട്ട് ഇടയ്ക്ക് ഓരോ പാട്ട് ഇറങ്ങണാണ്, കുട്ടിനെ കൂട്ടിയിട്ട്, അതുപോലെ തന്നെ ഓരോരുത്തർ കൂടെ വന്നിട്ട്. ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് എന്തായാലും അടുത്ത പരിപാടിക്ക് പോണതിന്റെ മുകളിൽ ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഇനിയിപ്പോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇതിന്റെ ഇടയ്ക്കാണ് നല്ല രസകരമായ പാട്ട്. എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ എന്താണ് അവൽ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ, ഒന്ന് മുഅ്മിനീൻ ഉപ്പറസൂലിൻ അൽ അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ വരവായി തരവായി അൽ അമീൻ. ഞങ്ങൾ ഇവിടെ നിന്ന് ഞാനൊന്ന് പാടിപ്പിക്കാനൊരു ശ്രമം നടത്തിയാണ്. അതേപോലെ അൽഹംദുലില്ലാഹ് വിജയിച്ചു. അപ്പോൾ ഇത്തരം പാട്ടുകളൊക്കെ ഓരോ ക്ലിപ്പുകൾ വരുന്നതാണ്. പിന്നെ ചില പഴയ പാട്ടുകൾ കട്ട് ചെയ്തിട്ട് അതൊക്കെ അതിന് സമയം കണ്ടെത്തും. സമയം എന്ന് വെച്ചാണെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്തെങ്കിലും ചെയ്യണം, ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണ്. എപ്പോഴും ഈ സമയത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാണ്ട് നമുക്ക് സമയമുണ്ട്, കൂടെ ഉള്ള ആളെയും കൂടെ അങ്ങനെ ആക്കും. അങ്ങനെ ആവണല്ലോ, ഇല്ലെങ്കിൽ ആക്കിയിരിക്കണല്ലോ. എന്നാ അതും കൂടെ ചോദിക്കട്ടെ, ഇപ്പൊ ആരൊക്കെയാണ് നിങ്ങൾ സംഘമായിട്ടാണല്ലോ ഉണ്ടാവാറുള്ളത്? അതിപ്പോ എന്റെ നാട്ടില് കോയ കാപ്പാടിനെ ഒന്ന് വിളിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിൽ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഉസ്താദിന്റെ കൂടെ ഒരു ടീം ഉണ്ടാവും എന്നുള്ളത്. ആരൊക്കെയാണ് ആ ടീം അംഗങ്ങൾ? ഇപ്പൊ ടീം പിന്നെ വിപുലമാണ് ശരിക്കും. അപ്പൊ അതിലിപ്പോ ഇപ്പം ടീമിന്റെ എല്ലാ കാര്യവും ഇപ്പൊ ഉത്തരവാദിത്വത്തോടെ നോക്കി നടത്തുന്നത് നമ്മുടെ നിയാസ് കാന്തവരാണ്. അപ്പൊ നിയാസ് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക ബോർഡായ സൗത്ത് സോൺ കൾച്ചർ സെന്ററിന്റെ കീഴിൽ പിന്നെ അസിസ്റ്റന്റ് ട്രെയിനർ പദവിയിലുണ്ട്. പിന്നെ ആ പദവി എന്ന് കേട്ടപ്പോഴേ ഇതിന്റെ ഇടക്ക് ഗുരു പദവി കിട്ടിയിട്ടുണ്ട് ഉസ്താദിൽ നിന്നൊരു സംസാരം. ഉണ്ട് കിട്ടിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് തന്നെ കിട്ടിയത് 2017 കിട്ടിയിട്ടുണ്ട്. ഗുരു എന്നുള്ളത് അത് കലാകാരന്മാർക്ക് കൊടുക്കുന്നതാണ്. കലാകാരന്മാർക്ക് കൊടുക്കുന്നതാണ്. അവരുടെ പ്രവർത്തനങ്ങളും ഇതൊക്കെ മാനിച്ചുകൊണ്ട് അത് ഗുരുകുല സമ്പ്രദായത്തിൽ ക്ലാസ് എടുക്കുന്നവർക്കാണ് കൂടുതൽ പ്രാധാന്യം കേന്ദ്ര സർക്കാർ. ഇവിടെ ആ ഒരു രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ബട്ട് അന്നേ തുടങ്ങിയ ക്ലാസ് ഇന്നും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ഇത് പഠിക്കുക എന്നുള്ളത് അതൊരു തറവാടിത്തത്തിന്റെ ഭാഗമായിട്ടാണ് നാട്ടുകാർ കാണുന്നത്. പിന്നെ കുട്ടികൾ വേറെ ഒന്നിലേക്കും ഇതില്ല. സാധാരണ ഒരു +1 +2 ആകുമ്പോഴത്തേക്ക് കുട്ടികളുണ്ടാകുന്ന ചില ദുശീലങ്ങൾ അതൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു നല്ല മേഖലയിൽ നല്ല മേഖലയാണ്. കുട്ടികൾ ആ രീതിയിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാവും മുന്നോട്ട്. പിന്നെ അതോടൊപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ അവർ ബ്രില്യൻറ്റഡ് ആയിരിക്കും, നല്ല കുട്ടികളായിരിക്കും. സാമ്പത്തികമാണ് ഇവർക്ക് പഠനത്തിന് തടസ്സമെങ്കിൽ ആ കുട്ടികളെ ഈ കൂട്ടായ്മയിൽ വെച്ചിട്ട് ഞങ്ങൾ പഠിപ്പിച്ചെടുക്കും. അവന്റെ എല്ലാ സാമ്പത്തികമാണ് ഏത് കോഴ്സാണ് പറയുന്നതെങ്കിലും ഞങ്ങൾ ചെയ്തിരിക്കും. ഏതായാലും നമ്മൾ നിയാസിനെ ഒന്ന് പറഞ്ഞു. പിന്നെ ഷമ്മാസ് കാന്തവർ ഇപ്പോ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. പിന്നെ മജീദ് ഒമാനൂര് എന്നാൽ കുറെ പാട്ടുകൾ ഒന്നിച്ച് പാടുന്ന അവർക്ക് കുറെ ആരാധകർ എല്ലാവർക്കും ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ പറയുക, ഒരു പാട്ട് ഒന്ന് ഫുള്ളാക്കുന്നത്, അവിടുന്ന് കുറച്ച് പാടാ, പക്ഷെ അത് ഭയങ്കര രസമാണ്. മജീദ് ഒമാനൂര് വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ തറിമരുന്ന് വീഡിയോ പോയാൽ മതി, അവിടുന്ന് കുറച്ചെടുത്ത് ആരാധകർ എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ നിയാസ് ആണെങ്കിലും ഷമ്മാസ് ആണെങ്കിലും അതുപോലെ തന്നെ പേരറിയാത്ത കുറെ ആളുകളുണ്ട്. അതെന്താ സംഭവം വെച്ചാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് കാണാണെങ്കിൽ ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കാൻ വരിക, ഇവരോട് ശ്രദ്ധിക്കുകയില്ല, അതുകൊണ്ടാണ് പേരറിയാത്തതെന്ന് പറഞ്ഞത്. പിന്നെ മുഹമ്മദ് റസ ഉണ്ട്. പിന്നെ മുഹമ്മദ് റസ നേത്തിന്റെ മേഖലയിൽ അയാൾ മലയാളിയാണ്. ഇപ്പൊ പലപ്പോഴും പല ആളുകളും അയാൾ ഉറുദുകാരനാണെന്ന് ചോദിക്കല്ലോ, ഉറുദുവിലൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെയുണ്ട്. ഇംഗ്ലീഷ് നന്നായിട്ട് ആയിട്ട് അയാള് പിന്നെ സേഫ്റ്റി പിന്നെ ഓഫീസ് കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോ MBA പഠനമാണ് നടത്തുന്നുണ്ട്. പിന്നെ സൽമാൻ അലി പുല്ലൂക്കര ദേശീയ SSFന്റെ ദേശീയ സാഹിത്യോത്സവില് സൽമാൻ മനസ്സിലായി ഒക്കെ അവരൊക്കെ ഇപ്പൊ എന്റെ കൂടെ തന്നെ എല്ലാ സമയത്തും. അതിപ്പോ
പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ഇവരൊക്കെ ഉണ്ട്. ഈ പുതിയ പാട്ടുകാർ ഇപ്പൊ രക്ഷിതാക്കന്മാർ പലപ്പോഴും വിളിക്കോ, എൻ്റെ മോനെയും കൂടി അതിലേക്ക് ചേർത്തോ പറഞ്ഞിട്ട് പല ഭാഗത്തു നിന്നും പല ജില്ലകളിൽ നിന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഈ നിലവിലുള്ള ആളുകൾക്കൊക്കെ ചെറിയൊരു അവർക്ക് പറയും, ഇന്ന് ഇയാൾ വരട്ടെ, ഇന്ന് ഇയാൾ വരട്ടെ, ഗസ്റ്റ് റോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ആളുകൾ അങ്ങനെ. അല്ലാണ്ട് എല്ലാ കാലത്തും ഒരാളല്ല വേണ്ടത്. അതെ അതെ, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുമ്പോഴാണ് ആ ടീം ആവുള്ളൂ. അപ്പൊ അവരെ പഴയ ആളുകൾ ഒഴിവാക്കില്ല. അതെ അതെ, ഒഴിവാക്കില്ല. അവരിപ്പോ ശരിക്കും വളർന്ന് പന്തലിച്ച് കഴിഞ്ഞ് പുതിയ ആളുകൾക്ക് എന്താക്കും അവസരം. പേര് പറഞ്ഞാൽ നിൽക്കില്ല. അതെ അതെ അതെ, ഒരുപാട് പേരുകൾ ഉണ്ടാവും. പേരുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പിന്നെ അത് പല തരത്തിലുണ്ട്. ഒരു ജീവിതോപാധി എന്നുള്ള നിലക്ക് ഉണ്ടാവും. കുടുംബത്തിന്റെ പ്രാരാബ്ധ കാരണം ഇങ്ങനെയൊക്കെ വന്നിട്ട് ഈ ഇതിൽ നിന്ന് കിട്ടുന്ന റെമ്യൂണറേഷൻ കൊണ്ട് എന്താക്കാം, ജീവിക്കാം എന്നുള്ളത്. അല്ലെങ്കിൽ കുട്ടിയുടെ വിദ്യാഭ്യാസം അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കന്മാരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇനി നമുക്ക് അവസാനിപ്പിക്കുകയാണ്. പരിപാടിയുമായി ബന്ധപ്പെട്ട് എങ്ങോട്ടൊക്കെയാണ് പോകാറുള്ളത്? പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഇപ്പോൾ മിക്ക ദിവസങ്ങൾ കേരളത്തിലാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും പ്രോഗ്രാം ഉണ്ട്. കേരളത്തില് ഫുള്ളായിട്ട് കാസർഗോഡ്, തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും. കേരളത്തിലൂടെ പോവുകയാണെങ്കിൽ വാഹനത്തിൽ തന്നെയാണ് യാത്ര. കേരളത്തില് നേരത്തെ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇപ്പോ ഈ റോഡിന്റെ പണിയൊക്കെ കാരണമായിട്ട് ഇപ്പോ കണ്ണൂർ അങ്ങോട്ടേക്കുള്ളതൊക്കെ ട്രെയിനാക്കി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇവര് കൈകാര്യം ചെയ്തോളൂ. എല്ലാം ഇവര് കൈകാര്യം ചെയ്യും. അത് അങ്ങനത്തെ ഇതൊന്നുമില്ല. അത് ആ ടിക്കറ്റൊക്കെ സമയം ഇവര് തന്നെ ചെയ്യും. അതിന് സൗകര്യമുള്ള കോച്ച് ഒക്കെ അവര് തന്നെ സെലക്ട് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ എപ്പോഴൊരു പിന്നെ നല്ല ഫ്രഷ് ആയിട്ട് പോകണം. അപ്പൊ യാത്ര അതിന് വലിയൊരു സെറ്റായിരിക്കണം. കർണാടക പോകുന്നുണ്ടോ? കർണാടക ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ കർണാടകയിലായിരുന്നു. പിന്നെ സുഹേൽ മാഷ് വിളിക്കുമ്പോ ഞാൻ കർണാടക. ഇനിയിപ്പോ മറ്റന്നാള് വിദേശ രാഷ്ട്രങ്ങളിൽ യോയിലേക്ക് പോകണം. മറ്റന്നാള് യോയില് ഞാന് പിന്നെ 23-ന് ഷാർജയിലുണ്ട്. അതുപോലെ തന്നെ കിസൈസ്, അല്ലൈന്, അബുദാബിയിലൊക്കെ ഉണ്ട്. നമ്മളെ ബനിയാസ് ഞാൻ പറയാൻ പോവാണ്. ബനിയാസ് കാണുമ്പോ എപ്പോഴും കൂടുതൽ ഒന്നിച്ചൊരു സമയമാണ്. അത് ആ പേര് സത്യത്തില് അന്ന് ആദ്യമായിട്ട് കേൾക്കാന്. നമ്മള് ബനിയൻ എന്നൊക്കെ അബുദാബിയിലുള്ള ഒരു സ്ഥലമാണ് ഈ ബനിയാസ്. അറിയാം. അവിടെ ഞങ്ങൾ ഒന്നിച്ച് കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട്. കുറച്ചാലും തന്നെ ഒരു പരിപാടിക്ക് സാറ് വന്ന സമയത്ത് ഞാൻ അവിടെ ഓട്ടോമാറ്റിക്കലുണ്ട്. അനുഭവം ഇട്ടത്. അതെ അതെ, അങ്ങനെ ഒരു മസിയാദുമാണ് ലുലു. അവിടെ ലുലുവിന്റെ ഒരാഴ്ച തന്നെ 2 പരിപാടി വെച്ച് സെയിം സ്റ്റേജിൽ അല്ലേ. ഒരിക്കലും മർക്കസിന്റെ തക്കാഫിലായിട്ട് നല്ല പരിപാടിയായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടം. അപ്പൊ അതൊക്കെ കണ്ട ആളുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതില് അനസ്ക പുനൂർ അനസ്ക മറക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. തിരുവത്ര സക്കാഫി. തിരുവത്ര. അങ്ങനെ കുറെ ആളുകൾ ഭയങ്കര ആവേശമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് ആ ബനിയാസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവേശം. ഈത്തപ്പഴം ഇങ്ങനെ വളരുന്ന സമയത്തായിരുന്നു. അതിൽ രസം വെച്ചാണെങ്കില് പിന്നെ അനസ്ക രാവിലെ തന്നെ അല്ല ഇന്നെന്താ ഷെഡ്യൂൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് രാവിലെ തന്നെ അദ്ദേഹത്തെ നമ്മൾ പറയണ അദ്ദേഹം ഇന്റർവ്യൂ കാണുമല്ലോ. പിന്നെ ഒരു ആത്മാർത്ഥതയായിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് പിന്നെ ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞാല് രാവിലെ വന്ന് വാഹനത്തിൽ കൊണ്ടുപോകുക, എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോകാം. അപ്പോ ഇത്തരം അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ന് തീരൂല. ഒരനുഭവം കൂടി പറയട്ടെ. എനിക്ക് ഉസ്താദിന്റെ കൂടെ വന്നിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം, നമ്മൾ ഏർവാടിക്ക് പോയിട്ടുണ്ട്. ഏർവാടിക്ക് പോയിട്ടുണ്ട്. ഞാന് പിന്നെ ഈ കുത്തറാത്തീബിനെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം എന്താ വെച്ചാൽ അതും കൂടി കയറണം. എന്നാലും അത് പറയണം. പിന്നെ അവസരം കിട്ടുമ്പോഴല്ലേ പറയുന്നത്. അപ്പൊ ഏർവാടിക്ക് ഉസ്താദിന്റെ കൂടെ പോകുന്നു. അതിന്റെ കൂടെ ഞാൻ യാദൃശ്ചികമായിട്ട് എന്റെ കൂട്ടുകാർ അലി പുത്തമ്പള്ളി ഉണ്ട്. അവനിലൂടെയൊക്കെ ബന്ധം. അന്ന് സ്ഥലത്തിന് പരിചയമില്ല. പിന്നെ ഞാൻ വന്ന സമയത്ത് അവിടെ കുത്താറാത്തീബാണ്. ഏർവാടി ഉറൂസിന് കുത്താറാത്തീബാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിറിഞ്ചിൽ സൂചി വെക്കണമെങ്കിൽ ഞാൻ ആളോട് ചോദിക്കും മരുന്ന് തരാൻ പറ്റുമെന്ന്. അത്രയും പേടിയാണ്. അങ്ങനെ ഉസ്താദ് പറഞ്ഞു കുത്താം. അപ്പൊ ഞാനാണെങ്കിൽ ഇതൊന്നും എനിക്കറിയില്ലല്ലോ. എന്നോട് ഇന്നപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അന്ന് ഉസ്താദ് ഒരു സാധനം എടുത്തിട്ട് എന്റെ ചെവിയിലൂടെ കുത്തി. ഞാൻ സത്യത്തിൽ ആ കുത്തിയത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ശരിക്കും സത്യത്തിൽ മനസ്സിലാക്കിയത് ഈ കുത്താറാത്തീബൊക്കെ ഇതൊക്കെ ജെന്യൂൻ ആണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി. ആ ഉസ്താദിന് ആ സംഭവം ഓർമ്മയുണ്ടോ? ഏർവാടിയത്തെ ഓർമ്മയുണ്ട്. പിന്നെ അതിലൊരുപാട് ശാസ്ത്രീയത ഉണ്ട്. അതിന്റെ ഈ മതാത്മകമായിട്ട് അതിനെന്താക്കാൻ പറ്റും, നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് ഒന്നുകൂടിയാണ്.
നല്ല ഒരുപാട് അതിൽ ഉരുവാൻ പുകയ്ക്കുന്നതടക്കം നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ ഓരോന്ന് ആ വിഷയത്തിൽ പഠനം നടത്താത്ത ആളുകൾ ചിലപ്പോൾ അതിനെന്നല്ല എല്ലാത്തിനും എതിർക്കല്ലോ. ഈ ഇപ്പൊ സോഷ്യൽ മീഡിയ 2014 ശേഷമാണ് ശരിക്കും വികസിച്ചത്. അപ്പൊ അതിൽ പിന്നെ എഴുതേണ്ട ആളുകൾ ചില ആളുകൾക്കൊക്കെ അല്ല, അതിനാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഇതുപോലെ ആളുകൾക്ക് എന്നോട് ചെവിയിലൂടെ കേറ്റാന്ന് പറഞ്ഞാൽ 142 വർഷമായി ഇത് മുറിയാതെ ചെയ്യുന്നു. പിന്നെ അതിന്റെ ശേഷം ഞാൻ പല വേദിക്കും ഞാൻ വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം അതൊരു ആവേശം, ഇപ്പോഴും സൂചിക്കേണ്ട പേടി മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിത് അവസാനിപ്പിക്കുന്ന വേദന ഉണ്ടാവും. ഇല്ല ഇല്ല, അതന്നെ. മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഒരു ദിവസം ഉസ്താദിന്റെ വീട്ടിൽ വന്നപ്പോ എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു സംഭവം, ഒരു തൈലം അല്ലെങ്കിൽ ഒരു മെഡിസിൻ. ആ മെഡിസിൻ ഞാൻ എൻ്റെ ഉപ്പാക്കൊക്കെ കൊണ്ടു കൊടുത്തു. അതിങ്ങനെ ഒഴിയാൻ വേണ്ടിയിട്ട് കൊടുത്തപ്പോ ഇതൊക്കെ പറഞ്ഞു അത് ഭയങ്കര സംഭവമായിട്ട്, അതായത് വേദനയൊക്കെ പെട്ടെന്ന് മാറണത്. അന്നാണ് മനസ്സിലാക്കി അങ്ങനെ എന്തോ ഒരു പരിപാടിയും കൂടെ ഉസ്താദിനുണ്ട്. അല്ല, അത് പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയ സംഗതി മാത്രമാണ്. അത് ഞങ്ങളൊരു പിന്നെ വാണിജ്യവൽക്കരിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. കുറെ തൈലം, പിന്നെ അപസ്മാര നെയ്യ്, അതൊക്കെ പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. കൊണ്ട് നടക്കുന്നുണ്ട് ആളുകൾക്ക് കൊടുക്കുക. അതിൽ നിന്നും ഒരു പിന്നെ പ്രതിഫലമൊന്നും വാങ്ങില്ല. ഇവിടെ കുറെ ആളുകൾ വരും ഈ തൈലത്തിന് വേണ്ടിയിട്ട്. അത് പിന്നെ അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നു. പാരമ്പര്യമായിട്ട് കാണിച്ചു തന്ന സംഭവം നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. പൈതൃക സമ്പത്ത് നേരത്തെ പറഞ്ഞുപോയ. അപ്പൊ ഉണ്ട് പിന്നെ അപസ്മാര നെയ്യ്, അതൊക്കെ അങ്ങനെ തന്നെ ഈ അരൂതയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ്. അല്ലാതെ ശുദ്ധമായ പശുവിൻ നെയ്യൊക്കെ അതിലുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചേരുവകൾ കൂട്ടിയിട്ട് അതും ഇങ്ങനെ ഓരോരുത്തർക്ക് വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അല്ലാതെ കണ്ടിട്ട് അതൊരു വ്യാവസായിക അടിസ്ഥാനത്തില്ല. പൂർവികർ തന്നു, അത് കൈമാറി. അവിടെ ആളുകളൊക്കെ വരലുണ്ട്. തൈലം ചോദിച്ചു വരും. ഇനി ഒന്നുകൂടെ ചോദിച്ചാൽ ഞാനിപ്പോ നിയാസിനും അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലേ, പാരമ്പര്യം നിലനിർത്താൻ വേണ്ടിട്ട്. അപ്പൊ ഏതായാലും ഇനി നിയാസിനെ ബന്ധപ്പെട്ടാൽ മതി അത്തരത്തില് ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ഇടയിൽ കാര്യം പറയാം. ഞാനും ഉസ്താദും അവസാനിപ്പിക്കല് കുറെ നേരമായി നടക്കണില്ല. അപ്പോ ഞാനും ഉസ്താദും കൂടി ഇത്രയും നേരം സംസാരിച്ചത് കുറെ സമയമായി. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഒറ്റ ഷോട്ടാണ് എടുത്തത്. ഒറ്റ ഷോട്ടാണ്, അതായത് നമ്മളെ ഇടയിൽ കട്ട് ചെയ്തിട്ടില്ല. ഇടയിൽ കട്ട് ചെയ്യാതെ ഇങ്ങനെ പോകും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ മനഃപൂർവ്വം അങ്ങനെ തന്നെയാണ്. അത് ഇന്റർവ്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ഒരു സംസാരം എന്നുള്ളതാണ്. അതിന് ഉസ്താദ് ഏറ്റവും സഹകരിച്ചു. ഞാൻ ഉസ്താദിനോട് ഇടയിൽ പറയാണ് കുറെ സംസാരങ്ങൾ ഞാൻ ഉസ്താദിനോട് പറയാൻ പറ്റാത്ത സ്റ്റൈലിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഉസ്താദ് ആ സെൻസിലെടുക്കും. ഉസ്താദിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ സെൻസിലെടുക്കണം. ഏതായിരുന്നാലും അവസാനത്തില് ചോദിക്കുന്നത്, ഇപ്പോ ഈ ദഫ്മുട്ടിൽ വന്നു സാധാരണ ഇങ്ങനത്തെ കലകളൊക്കെ ഉണ്ടാവും. അവര് കളിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കഴിയുന്നപ്പോൾ എത്ര വയസ്സ് വരെയാണോ ഒരു വേദിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. പല കലകളും ഉണ്ടല്ലോ. അതിലപ്പുറം സാർ അത് ചെയ്തത് എന്താന്ന് വെച്ചാൽ അതിനെ മറ്റൊരു പിന്നെ മേഖലയിലേക്ക് കൊണ്ടുപോയി. അത് എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ സ്കൂളിന്റെ ഒരു MD ഇന്നലെ എന്നോട് സംസാരിച്ച് ഞാനിങ്ങനെ കോയക്കാപ്പാട് ഉസ്താദിന്റെ അടുത്ത് പോവാണെന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നിലച്ചു പോകുമായിരുന്ന ഈ കുത്താറാത്തിപ്പിനൊക്കെ ഒഫീഷ്യലായിട്ട് ആളുകൾ കാണിച്ചു കൊടുത്തു, പരിചയപ്പെടുത്തി എന്നുള്ളത്. ഇപ്പൊ ചില സ്ഥാനലബ്ധികൾക്കൊക്കെ ശേഷം അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനൊക്കെ ഏതൊക്കെ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതെന്തൊക്കെയാണ്? തീർച്ചയായിട്ടും കുത്രാത്തിപ്പ് മാത്രമല്ല, നമ്മൾ അന്യം നിന്ന് പോകുന്ന നാടൻ കലാരൂപങ്ങൾ ഇപ്പൊ അതിനൊക്കെ എന്താക്കുന്ന വെച്ചാൽ പിന്നെ ഈ ഓരോ മതവിഭാഗങ്ങളിലും നാടൻ കലാരൂപങ്ങളുണ്ട്. അന്യം നിന്ന് പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ പിന്നെ അതിനെ ജീവിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ്. അതിനാണല്ലോ ഈ പോസ്റ്റിലേക്ക് എന്നെ ഗവൺമെന്റ് ഇരുത്തിയത്. അത് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട്. അത് ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളം. ഇതൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് കേരളം. അല്ലാണ്ട് അടുത്ത തലമുറക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഫേസ്ബുക്കും വാട്സപ്പും കൊടുക്കേണ്ടത് അതല്ലല്ലോ. അതിലേക്ക് അപ്പുറത്തേക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തത് മുഹ്യിദ്ദീൻ മാലയാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം രചിക്കുന്നതിന്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് മാലപ്പാട്ട് രചിച്ചിട്ടുണ്ട് ഖാദി മുഹമ്മദ് തങ്ങളെ. അപ്പം ഈ മാലപ്പാട്ട് സംരക്ഷിക്കുക, നിലനിർത്തുക എന്നുള്ളത്
നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്ന് അവിടെ ഒരു മതോ അല്ലെങ്കിൽ ഇല്ലില്ല, അല്ലെങ്കിൽ കലക്ക് മതമില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് ഏളന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിപാടിക്ക് ഇപ്പോൾ സദസ്സിൽ അമ്പല കമ്മിറ്റി എല്ലാവരും ഉണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ലക്ഷ്മണേട്ടൻ വന്നിട്ട് വേദിയിലേക്ക് കയറി. ലക്ഷ്മണേട്ടനെ കൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു പാട്ട് പാടും. പഴയ നല്ല പാട്ടുകാരനാണ്. ഇപ്പോൾ പിന്നെ 61 വയസ്സേറ്റം കഴിഞ്ഞു. അപ്പോൾ അയാൾ പറയും 14 നൂറ്റാണ്ട് എന്നുള്ളൊരു പാട്ടില്ലേ, ആ പാട്ട് അത് നന്നായിട്ട് പാടി. അങ്ങനെ അന്ന് ഈ ലക്ഷ്മണേട്ടനെ കിട്ടിയപ്പോൾ പിന്നെ നിയാസ് എന്നോട് പറഞ്ഞു നമുക്കൊരു മതമൈത്രി പാട്ട് പാടണം. ഞങ്ങൾ മതമൈത്രി പാട്ട് പാടുകയാണ്, ഒരു നിമിത്താട്ടോ. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു ഞെട്ടിൻ പൂക്കൾ നാം, കലഹങ്ങൾ പിന്നെ എന്തിന്, തമ്മിലി കലഹങ്ങൾ പിന്നെ എന്തിന്, മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ. ഈ മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ട് നമ്മളെ സണ്ണി ജോസഫ് MLA വണ്ടിയിലൊന്നും ഇറങ്ങല. ലക്ഷ്മണേട്ടനും തികച്ചു യാദൃശ്ചികം. ഭയങ്കര സംഭവം തന്നെയല്ലേ. ഞാനങ്ങ് ഞെട്ടി. MLA ആ പരിപാടിക്ക് പറഞ്ഞോളാം വൈകിയ വരുന്നത്. അപ്പോൾ MLA വന്നിട്ട് ഉടനെ എൻ്റെ കൈ പിടിച്ചിട്ട് MLA ഷേക്കൻ്റെ ഞാൻ അടപ്പിടിച്ച് മുറുക്കി പിടിച്ചു. അങ്ങോട്ട് അങ്ങനെ മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 ആളെ കയ്യങ്ങ് പിടിച്ചു. ലക്ഷ്മണേട്ടന്, സണ്ണി ജോസഫ് MLA, തൊട്ടപ്പുറം നിയാസ് കാന്തപുരം, ഇപ്പം കോയ കാപ്പാട്, അതിൻ്റെ തൊട്ടപ്പുറം ഷമ്മാസ് കാന്തപുരം എൻ്റെ കൂടെ. ഞങ്ങളങ്ങ് പാടി. ഓ, ഇങ്ങനെ ചില സംഭവങ്ങൾ വലിയ മെസ്സേജും കൂടെയാണല്ലോ, മറക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു പരിപാടിയിലൂടെ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കണം സമൂഹത്തിന്. വർഗീയതക്കെതിരെ, തീവ്രവാദത്തിനെതിരെ, ലഹരിക്കെതിരെ, ഇതൊക്കെ നമ്മൾ എന്താക്കണം, ബോധവൽക്കരണം നടത്തണം. അതിന് പറ്റിയ മാധ്യമമാണ് ശരിക്കും ദഫ് എന്നുള്ളത്. ഞാനിപ്പോഴും ഇതാക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ പിന്നെ സാർ എന്നോട് ചോദിച്ചല്ലോ ഈ പിന്തുണ തരുന്നത്. നാട്ടുകാർ വലിയ പിന്തുണയാണ്. പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ട്, പ്രവാസികൾ. ഈ പ്രവാസ ലോകത്ത് എനിക്കറിയാം, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ വരെ ഉണ്ടാവും, ഭൂരിഭാഗവും അതിരറ്റ് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജിൽ ഈ രാത്രി നമ്മളൊരു 12 മണിയാകുമ്പോൾ അവിടെ ഫ്രീ ആവുക, നിങ്ങൾ പ്രവാസ ലോകത്തിലുണ്ടായിരുന്ന ആളല്ലേ, വിളിക്കും, ചാറ്റ് ചെയ്യും, ഭയങ്കര സന്തോഷം. നമ്മളാണെങ്കിൽ അപ്പൊ ഒരു പക്ഷെ പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയമൊക്കെ ആവാം. ഇപ്പൊ UAE-യിലുള്ള ഇവരൊക്കെ വൻ പ്രതീക്ഷയിലുള്ളത്. അപ്പൊ അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ല. അവരെ പ്രത്യേകം അങ്ങനെ ഒരു സമയത്ത് പറഞ്ഞപ്പോ അവരെ അഭിനന്ദനം അറിയിക്കാണ്. കാരണം എന്താ വെച്ചാല് ഒരു പക്ഷേ ഇങ്ങനെയുള്ളവരെയൊക്കെ വളർത്തുന്നത് ഈ പ്രവാസികളാണ്. അങ്ങനെ പറയാലോ. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കേരള തെലങ്കാന ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ഹെറിറ്റേജ് ഫെസ്റ്റില്. അന്ന് ഞാൻ ഫോക്കലോർ അക്കാഡമിന്റെ ഭാരവാഹി പോയപ്പോഴും കുട്ടികളുടെ ദഫുമുട്ടും മറബന മുട്ടുണ്ടായിരുന്നു. അപ്പൊ അറബന ദഫും കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ സെക്രട്ടറി അജയ് മാഷ് വന്നിട്ട് കൈ തന്ന് കെട്ടിപ്പിടിച്ചൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല എന്ന് എന്നോട് പറഞ്ഞു. ആ സംഗതിയൊക്കെ അതൊക്കെ ശരിക്കും സന്തോഷം, ഒരു 10 വർഷത്തേക്കുള്ള പോസിറ്റീവ് എനർജി അല്ലേ തരുന്നത്. അത് നമുക്ക് മറക്കാൻ പറ്റാത്ത സംഗതികളാണത്. അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങളാണ് ശരിക്കും എന്നെ ഈ ഒരു മുന്നോട്ടേക്കുള്ള യാത്ര. അവാർഡ് എന്നുള്ളത് പിന്നെ കിട്ടും, അതൊരു അഹങ്കാരമല്ല, അഹങ്കാരത്തിനെ ഉള്ളതല്ല. അത് ഒരുപാട് ബാക്കിക്ക് ക്യാമറ കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇത് ഈ പറഞ്ഞ അവാർഡുകളുടെ ഒരു ഭാഗം മാത്രമാണ്. താഴെ മറ്റു പലതും ഉണ്ട്. അതിൽ ഞാൻ കണ്ടു വന്നപ്പോ അതില് പാർട്ടി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ലീഗിന്റെ ഉണ്ട്, പിന്നെ CITU-ന്റെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ അവാർഡ്, ഇങ്ങനെ നിരവധി സംഘടനകളുടെയും പാർട്ടികളുടെയും INL-ന്റെ, SSF-ന്റെ, ഇങ്ങനെ പല പാർട്ടികളുടെയും അതൊക്കെ വലിയ അംഗീകാരം. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടല്ലോ. ഏതായാലും നമ്മളിപ്പോ 5ാമത്തെ തവണയായിട്ടാണ് അവസാനിപ്പിക്കാന്ന് പറഞ്ഞത്. ഇത് അവസാനിക്കുന്നില്ല, പക്ഷെ താൽക്കാലികമായിട്ട് ഈ ഒരു സംവിധാനത്തില് ഇങ്ങനെ ഒന്ന് അവസാനിപ്പിക്കല് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വ്യത്യസ്തമായ പരിപാടികൾ വെച്ച് ഉസ്താദിനെ വീണ്ടും കാണാം എന്ന് ആഗ്രഹിച്ച്, അതുപോലെ തന്നെ ഉസ്താദിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഫ്ലാഷ് മീഡിയയിൽ ഇത്ര നേരം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ
ഫ്ലാഷ് മീഡിയ, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് പിന്നെ സൊയ്ദ് സാറ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം ഞങ്ങൾ ആ കോവിഡ് സിറ്റുവേഷനിൽ അന്നും ഞങ്ങൾ ഫ്രീ ആക്കിയില്ല. ആദ്യം എനിക്കൊരു ചെറിയൊരു സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു ഈ കോവിഡ് ടൈമിൽ. നീണ്ടു പോകുന്നുണ്ടോ? ഇല്ല പറയാം. അങ്ങനെ ആ സമയത്ത് ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും കൂട്ടു നിന്നത് എൻ്റെ ലൈബ്രറിയാണ്, വായന. പിന്നെ എനിക്ക് തോന്നി എപ്പോഴും കോവിഡ് ആയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഈ മാർഷൽ ആർട്സ് പരിശീലനവും ദഫ്മുട്ട് പരിശീലനം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ, ലോകം മുഴുവനും ഈ വീടിൻ്റെ ഉള്ളിലായി മാറിയേക്കുമ്പോൾ പിന്നെ അങ്ങനെ മാറി. ആ സമയത്ത് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഫാമിലിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുത്തത് സുഹൈൽ സാർ. ഞാൻ തുടക്കത്തിൽ പറയാഞ്ഞതാണ്. എല്ലാവരും ഇരുത്തിയിട്ട് ഞങ്ങൾക്ക് ആ സുഹൈൽ സാർ എന്നോട് ചോദിക്കുന്നത് ഭാഷയിൽ ഏതെല്ലാം കഴിവുണ്ട്. ഞാൻ പിന്നെ അവിടെ അടങ്ങി നിന്നതാണ്, ഉണ്ടാണ്ട് നിന്നതാണ്. ഇത് ഞാൻ എവിടെങ്കിലും ഇട്ട് പൊട്ടിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് ലാസ്റ്റ് പൊട്ടിച്ച ഇനിയിപ്പോ അവർക്ക് കയറി ഹെഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാരും ഫാമിലി തന്നെ നിയാസ് വിട്ടില്ല. അപ്പോ എല്ലാരും ഉൾക്കൊള്ളിച്ചിട്ട് നമ്മുടെ സബാഹിനെയും അതുപോലെ ജുനൈദ് എല്ലാരും ഉൾക്കൊള്ളിച്ചുള്ള നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനെ നല്ലൊരു ക്യാമ്പന്നെ നടത്തിയിരുന്നു. വീട്ടിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയായിരുന്നു. നമുക്ക് ഇനി അതുപോലെ ഒരു നല്ല പുഴമീനും വെച്ചിട്ടുള്ളതായിരുന്നു. വലിയ അനുഭവം. ഞാൻ ഒന്ന് വരുമ്പോ അത് ആലോചിക്കണ്ടായി. ആയിക്കോട്ടെ. ഏതായാലും ഇനിയിപ്പോ നമുക്ക് ഫുഡിനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഫുഡ് കഴിക്കുന്നത് തൽക്കാലം നമ്മൾ വീഡിയോയിൽ കൊടുക്കണ്ട, വേണ്ട. കാരണം പിന്നെ നിങ്ങളത് ബുദ്ധിമുട്ടും. ഏതായിരുന്നാലും തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അവിടെ വിസിറ്റേഴ്സിന്റെ വരവ് അതാണ് ബുദ്ധിമുട്ടുന്നത്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.